ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-21 വാക്യം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ക്രിസ്തീയ പ്രത്യാശ വളരെ വ്യക്തമാക്കുന്ന അനുഗ്രഹീത പ്രഖ്യാപന വാക്യങ്ങളാണ് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങൾ. ഈ മണ്ണിൽ മാത്രമുള്ള പ്രത്യാശയല്ല, വിണ്ണിലേക്ക് ഉയരുന്ന അതിമഹത്തായിരിക്കുന്ന പ്രത്യാശയെ വ്യക്തമാക്കുന്ന ഈ വേദശകലത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഈ രാത്രിയിൽ തുടർന്ന് അനുവദിച്ച സമയപരിധിക്കകത്ത് നിന്നുകൊണ്ട് ആത്മീക ചിന്തകൾ നിങ്ങളുടെ പരമാർത്ഥ മനസ്സിലേക്ക് ഉണർത്തുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. സന്തോഷമുള്ളവർ കർത്താവിനെ സ്തുതിച്ചേ നല്ലൊരു ഹല്ലേലൂയ പറ. അനുഗ്രഹീതമായ ഈ ആത്മീക സമ്മേളന പരമ്പരകളുടെ 3-ാമത് രാത്രിയിൽ നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് അത്യുന്നതനായ ദൈവത്തിൻ്റെ സനാതന വചനത്തിൻ്റെ പ്രഘോഷണം നിർവഹിക്കേണ്ടതിന് ലബ്ധമായ അനുഗ്രഹീത നിമിഷങ്ങൾക്ക് സകല മഹത്വവും മാനവും സ്തുതിയും പുകഴ്ചയും ആരാധനയും സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും സർവാധികാരിയും നിത്യനും മാറ്റമില്ലാത്തവനുമായ ദൈവത്തിൻ്റെ പാതാരബന്ധങ്ങളിൽ ആദരവോടെ ഞാൻ ആദ്യമേ തന്നെ അർപ്പണം ചെയ്യുന്നു. ബാക്ക് ടു എപ്പിസ്റ്റൽ എന്നൊരു തത്വമുണ്ട്, എപ്പിസ്റ്റൽസ് എന്നൊരു തത്വമുണ്ട്. എന്ന് പറഞ്ഞാൽ ലേഖനങ്ങളിലേക്ക് മടങ്ങുക. വേദപുസ്തകത്തിൽ ഏറ്റവും അധികം പ്രാധാന്യത അർഹിക്കുന്നത്, എല്ലാ പുസ്തകങ്ങൾക്കും പ്രാധാന്യതയുണ്ട്, പക്ഷേ അധികം പ്രാധാന്യത ഈ കാലഘട്ടത്തിൻ്റെ കാലിക പ്രാധാന്യത എന്ന് പറയുന്നത് ലേഖനങ്ങളിലേക്ക് വരുമ്പോഴാണ്. ദൈവസഭ എന്താകണം, എന്തായിക്കൂടാ, എന്ത് തള്ളണം, എന്ത് കൊള്ളണം, എന്ത് വേണമെന്ത് വേണ്ട, നമ്മൾ ആരോടുകൂടെ ആകണം, ആരോടുകൂടെ ആകരുത്, നമ്മുടെ നിലപാട് എങ്ങനെയാകണം, എങ്ങനെ ആകരുത് എന്നിത്യാദി വകഭേദങ്ങൾ വീണ്ടുവിചാരങ്ങൾ വ്യക്തമായി നമുക്ക് നൽകിത്തരുന്ന 21 അനുഗ്രഹീതവും പ്രൗഢഗംഭീരവുമായ പുസ്തകങ്ങൾ, അതാണ് ലേഖനങ്ങൾ. റോമർ മുതൽ യൂദ വരെയുള്ളതായിരിക്കുന്ന 21 ലേഖനങ്ങളുടെ ആഴങ്ങൾ അറിഞ്ഞ ഒരു ദൈവപൈതന് മാത്രമേ യഥാർത്ഥ ആത്മീയത, ട്രൂ സ്പിരിച്വാലിറ്റിയിൽ നിലകൊള്ളാൻ കഴിയുകയുള്ളൂ. ആത്മീയ തലത്തിൽ പല ഇരട്ടത്തപ്പ് നയങ്ങളുണ്ട്. പള്ളിക്കകത്ത് പ്രൈസ് ആൻഡ് വർഷിപ്പിൻ്റെ നേരത്തെ പാസ്റ്ററുടെ മുമ്പിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ മുമ്പിൽ പക്ക ആത്മീയനാകുകയും അവരെ വിട്ടപ്പുറത്തേക്ക് മാറി ഇടവഴിയിലൂടെ പെരുവഴിയിലൂടെ ഒരു തെരുക്കോണിലൂടെ നടക്കുമ്പോൾ അനാത്മികനായി തുടരുകയും ചെയ്യുന്ന അനവധി ആളുകളുണ്ട്. വേദപുസ്തകം തുറന്നു വെച്ച് അതിലേക്ക് നോക്കിയിരിക്കുമ്പോൾ പക്ക ആത്മീകനും മൊബൈൽ ഫോണിൻ്റെ വാട്സപ്പ്, യൂട്യൂബ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം അടക്കമുള്ളതിലൂടെ കയറിപ്പോകുമ്പോൾ അനാത്മിക മനോഭാവമുള്ളവരെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലേഖനങ്ങൾ ആഴത്തിൽ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ യഥാർത്ഥ ആത്മീയതയിൽ നിലകൊള്ളാൻ കഴിയുകയുള്ളൂ. കഴിഞ്ഞ വർഷം ഞാൻ കൊലോസ് ലേഖനത്തിൽ നിന്നാണ് പ്രസംഗിച്ചത് എന്ന് എൻ്റെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞു. അതിനുശേഷം ഒത്തിരി കൺവെൻഷന് പ്രസംഗിച്ചതുകൊണ്ട് ഇവിടുത്തെ സന്ദേശം ഏതാണെന്നുള്ള കാര്യം എനിക്ക് ചോദിച്ചറിയേണ്ടി വന്നു. ബഹുമാന്യ പാസ്റ്റേഴ്സ് എനിക്കതിൻ്റെ വ്യക്തമായ ബോധ്യം നൽകി. കൊലോസ് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങളെയാണ് ഞാൻ പ്രസ്താവിച്ചത്. അത് നിങ്ങൾക്ക് അനുഗ്രഹവും നിങ്ങളിൽ പലരുടെയും ഹൃദയത്തിലുണ്ട് എന്നറിയുന്നതിൽ സന്തോഷം. ഈ വർഷം കർത്താവ് അനുവദിച്ചതുകൊണ്ട് ഫിലിപ്പിയ ലേഖനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ലളിതസുന്ദരമായിരിക്കുന്ന ഒരാഖ്യാന രീതിയുള്ള, പ്രതിപാദന ശൈലിയുള്ള, ആവിഷ്കാര ഭംഗിയുള്ള ഒരു ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. 4 അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ ഫിലിപ്പിയ ലേഖനം. പക്ഷേ ആത്മീക ചിന്തകൾ വാരി നിറച്ചിട്ടുണ്ട് അവയ്ക്കകത്ത്. അതുകൊണ്ട് തന്നെ ശാന്തമായി ഫിലിപ്പിയ ലേഖനത്തിൻ്റെ വാക്യങ്ങളിലൂടെ ഒരു യാത്ര ചെയ്യാൻ ഞാൻ നിങ്ങളെ ശുപാർശ ചെയ്യുകയാണ്. 4 പ്രധാന ചിന്തകൾ ഞാൻ അക്കമിട്ട് പറയാം. അവയെ കുറിച്ചു കൊള്ളണം ഹൃദയത്തിൽ. ഇന്ന് പകൽ ഇവിടെയുള്ള ചില ദൈവദാസന്മാരുമായിട്ട് ഒരുമിച്ചൊരു മീറ്റിങ്ങിൽ ഞാൻ എഫെസ്യ ലേഖനം പ്രസംഗിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ ഈ 4 കാര്യങ്ങൾ പറഞ്ഞത് അവർക്ക് ആവർത്തനമായി മാറാൻ സാധ്യതയുണ്ട്. എങ്കിലും ഇവിടെ വന്നിട്ടുള്ള ബഹുഭൂരിപക്ഷം ആളുകളും അറിയേണ്ടതിന് ആവർത്തിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം അടക്കമുള്ള 4 ലേഖനങ്ങൾ മുൻപോട്ട് വയ്ക്കുന്ന ആന്തരിക പ്രമേയം അനുഗ്രഹീതമായ 4 വിശേഷ ചിന്തകളാണ്. അവയെ കുറിച്ചെടുത്തു കൊണ്ടുപോകാനിടയാകണം. 21 ലേഖനങ്ങളിൽ കാരാഗ്രഹ ലേഖനങ്ങൾ എന്നറിയപ്പെടുന്ന, പ്രസൺ എപ്പിസ്റ്റൽസ് എന്നറിയപ്പെടുന്ന 4 ലേഖനങ്ങളുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ഓർത്തിരിക്കണം, യൂത്ത്സ് ഓർത്തിരിക്കണം, കുറിച്ചുകൊള്ളണം. കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന് പറയുന്നത് 1 എഫെസ്യ ലേഖനമാണ്, 2 ഫിലിപ്പിയ ലേഖനം, 3 കൊലോസ് ലേഖനം, 4 ഫിലെമോന്റെ ലേഖനമാണ്. ഈ 4 ലേഖനങ്ങളെയാണ് പ്രസൺ എപ്പിസ്റ്റൽസ് എന്നറിയപ്പെടുക. കാരണം കാരാഗ്രഹത്തിൻ്റെ ഉൾമുറിയിൽ നിന്ന് പിറവിയെടുത്തതാണ് ഈ 4 ലേഖനങ്ങളും.
പുറത്ത് ഭയങ്കര തിരക്കായിരുന്നു ഇതിൻ്റെ ഗ്രന്ഥകാരനായ പൗലോസിന്. പ്രേക്ഷിത പ്രയാണങ്ങൾ, സഭയുടെ നിർമ്മാണം, കൂട്ടത്തിലുള്ളവരെ തട്ടിത്തലൂടി തഴുകി തനിക്ക് പകരം പ്രസംഗവേദിയിലും തനിക്ക് പകരം എഴുത്തുപുരയിലുമൊക്കെ നിർത്തേണ്ടതിന് വേണ്ടിയുള്ള അക്ഷീണ പരിശ്രമത്തിനിടയിൽ സമയം അങ്ങനെ അധികം കിട്ടാറില്ല. എന്നാൽ കാരാഗ്രഹത്തിനകത്ത് എന്നപ്പോൾ സ്വസ്ഥമായി, സ്വൈര്യമായി, ശാന്തമായി ലഭ്യമായ ഏകാന്തതയുടെ നിമിഷങ്ങൾ പരമാവധി ക്രിസ്തുവിനെ ധ്യാനിച്ചപ്പോൾ ആ ധ്യാനമണ്ഡലത്തിലേക്ക് രൂപപ്പെട്ട ആത്മീക ചിന്തകളെ സമാഹരിച്ചതാണ് 4 ലേഖനങ്ങൾ: എഫെസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, ഫിലേമോൻ. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? തിരക്കോടുകൂടെ തിരക്കാണെങ്കിൽ നമുക്കധികം ധ്യാനിക്കാൻ പറ്റില്ല. പക്ഷേ ശാന്തമായി കിട്ടുന്ന സമയം വട്ടം കിടന്നുറങ്ങാതെ ക്രിസ്തു എന്ന ഏക പുരുഷനോടുള്ള ഏകാഗ്രതയിൽ, ആ വാചകം മറക്കരുത്, ഏക പുരുഷനോടുള്ള ഏകാഗ്രതയിൽ നാം നമ്മുടെ മനസ്സിനെ വിട്ടുകൊടുത്താൽ അതിലേക്ക് വിരിഞ്ഞു വരുന്ന ആത്മീക ചിന്തകളുടെ ആഴം നമ്മുടെ ആത്മീക ജീവിതത്തെ മാത്രമല്ല, നമ്മോടൊപ്പം ഇഴയെടുപ്പമുള്ള ഒട്ടി നിൽക്കുന്ന, പറ്റി നിൽക്കുന്ന നിരവധി ആളുകൾക്കും ആത്മീക ബോധ്യമുണ്ടാക്കുവാൻ കാരണമായി തീരും. വെറുതെ മനസ്സ് പലതും ചിലതും ചിന്തിച്ച് വശായി പോകരുത്. അങ്ങനെ വരുമ്പോൾ വാശിയോ വൈരാഗ്യമോ ധാർഷ്ട്യമോ ധിക്കാരമോ താൻപൂര്യമയോ അഹന്തയോ അഹങ്കാരമോ ഒക്കെ നമ്മിൽ രൂപപ്പെടും. പക്ഷേ ലഭിക്കപ്പെടുന്ന നേരമത്രയും ക്രിസ്തുവിനെ ധ്യാനിക്കുമ്പോൾ വിനീത വിധേയനായ ദാസനായ ക്രിസ്തു, അപ്പോൾ തന്നെ അത്യുന്നതത്വമുള്ള, ഔന്നത്യമേറെയുള്ള, പ്രതാപമേറെയുള്ള ദൈവപുത്രനായി ക്രിസ്തുവിൻ്റെ മനോജ്ഞമായിരിക്കുന്ന മുഖഭാവം മാത്രമല്ല, ശാന്തവും അപ്പോൾ തന്നെ ഗംഭീരവുമായ ആ ശബ്ദവിന്യാസമുണ്ടല്ലോ, അത് നമ്മുടെ അകത്ത് നൽകുന്ന ഒരു ആത്മീയ ആന്തോളനമുണ്ട്. അതിലൂടെ നമ്മുടെ ആത്മീയത പുഷ്ടിപ്പെടാനിടയാകും. ഞാൻ ഈ പറയുന്ന ബോധ്യമാകുന്നവരൊരു സ്വോത്രം പറഞ്ഞ് പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ലഭ്യമായിട്ടുള്ള ആ ധ്യാനവേളയിൽ ലഭിക്കപ്പെട്ട ക്രിസ്തു വിചിന്തനങ്ങളാണ് ലേഖനങ്ങൾ 4 അതുകൊണ്ട് ഞാൻ 4 വാചകങ്ങൾ പറയാമെന്ന് പറഞ്ഞത്. അത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ പഠനത്തിന് ഉപകാരമാകും. വിശേഷിച്ച് ദൈവദാസന്മാർ, വേദവിദ്യാർത്ഥികൾ പ്രസംഗിക്കാൻ അവസരം കിട്ടുമ്പോൾ ഞാൻ ശുപാർശ ചെയ്യുന്നു ഈ 4 ആശയങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് പ്രസംഗിക്കണം. ഒന്നാമത്തെ ആശയം ക്രിസ്തു വിൽ വസിക്കുക എന്നതാണ്. ക്രിസ്തു വിൽ വസിക്കുക, അങ്ങനെ തന്നെ കുറിച്ചു കൊണ്ടുപോകണം. ക്രിസ്തു വിൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെയല്ല, പകരം ക്രിസ്തു വിൽ വസിക്കണം. ഡൊൽ ഇൻ ഹിം എന്ന പ്രയോഗമാണ്. ഓക്കെ, ക്രിസ്തു വിൽ, നോട്ട് വിത്ത് ഹിം ബട്ട് ഇൻ ഹിം. അതാണ് യഥാർത്ഥ ആത്മീയത. ക്രിസ്തുവിനോട് കൂടെയല്ല, നാം ക്രിസ്തു വിൽ ആകണം. ഒരു മത്സ്യം വെള്ളത്തിൽ ആയിരിക്കുന്നത് പോലെ, ഒരു സസ്യത്തിൻ്റെ വേര് മണ്ണിൽ ആയിരിക്കുന്നത് പോലെ, കണ്ടില്ലേ, ഒരു ഗർഭസ്ഥ ശിശു അതിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ആയിരിക്കുന്നത് പോലെ നാം ക്രിസ്തുവിൽ ആകുമ്പോൾ ആവശ്യമായ പോഷക മൂല്യങ്ങൾ നമുക്ക് ലഭിക്കപ്പെടുകയും പ്രാണവായു അടക്കമുള്ളത് ക്രിസ്തുവിൽ നിന്ന് സമ്പാദിപ്പാനിടയാകും. അങ്ങനെ ആത്മീയ ജീവിതം തല കുനിഞ്ഞു പോകാതെ, ഉപ്പൂറ്റി ഉറപ്പിച്ച് നട്ടല് വളയാതെ, ഏത് അന്ധകാര ശക്തിയുടെ മുമ്പിലും നെഞ്ചുവിരിച്ച് നിൽക്കാനൊരു ത്രാണി ഉണ്ടാകണമെങ്കിൽ നാം ക്രിസ്തുവിൽ വസിച്ചേ പറ്റൂ. സമ്മതിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. എതിരുകൾ, വൈരികൾ, പോരുകൾ, പോരാട്ടങ്ങൾ നിരവധിയുണ്ട്. ഇല്ലായ്മകൾ, വല്ലായ്മകൾ, സങ്കടങ്ങൾ, സങ്കടക്കടലുകൾ നിരവധിയുണ്ട്. സമരമുഖങ്ങൾ ധാരാളമുണ്ട്. വല്ലാത്തതായിരിക്കുന്ന അന്ധകാര വ്യാപാരങ്ങളുടെ ആവാഹനങ്ങളും മറ്റുമൊക്കെ തകർത്ത് കളയുവാൻ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. പക്ഷേ പതറാത്ത മനസ്സും ഇടറാത്ത പാദങ്ങളുമായി കരുത്തോടെ നിൽക്കാൻ കഴിയണമെങ്കിൽ ക്രിസ്തുവിൻ്റെ കൂടെ നിന്ന പോരാ, ക്രിസ്തുവിൽ വസിക്കണം. ആ വാചകത്തെ മൊത്തത്തിൽ നമുക്ക് വ്യക്തമാക്കി തരുന്ന ലേഖനമാണ് എഫെസ്യർ ലേഖനം. അപ്പോൾ ക്രിസ്തുവിൽ വസിക്കുക എന്നെഴുതിയെങ്കിൽ അതിൻ്റെ നേരെ എഴുതണം എഫെസ്യർ ലേഖനമെന്നാണ്. അടുത്തത് ഫിലിപ്പിയ ലേഖനമാണ്. അതിനൊരു വാചകം ഞാൻ തരാം, ക്രിസ്തുവിൽ സന്തോഷിക്കുക എന്നതാണ്. മനസ്സിലായോ? റിജോയ്സ് ഇൻ ഹിം എന്നുള്ളത് നമ്മുടെ സ്വന്തം തണ്ടപ്പേരിൽ കിടക്കുന്ന അല്ലെങ്കിൽ തീരെഴുതി കിട്ടിയ ഭൂമികയിൽ സന്തോഷിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ വില നാളെ ഇടിഞ്ഞു പോയാൽ അതുകൊണ്ട് പ്രയോജനമില്ല. നമ്മുടെ സൗന്ദര്യത്തിലും നമ്മുടെ ആകാരവടിവിലും നമ്മൾ പ്രാപിച്ചെടുത്ത വിദ്യാസമ്പന്നതയിലും നമ്മുടെ കീശയിലെ കാശിൻ്റെ കനത്തിലും റുപ്പീസ് മാത്രമല്ല, റിയാൽ, ദിർഹം, ദറംസ്, ഡോളർ, യൂറോ, പൗണ്ട് അടക്കമുള്ള, ഷെയ്ക്കലടക്കമുള്ള വിദേശ കറൻസികളുടെയും കൂടെ ഉടമയാകാം താങ്കൾ. പക്ഷേ അധികം അതിനകത്തൊന്നും സന്തോഷിക്കേണ്ട. അതിൻ്റെ മൂല്യം എപ്പോഴാണ് ഇടിഞ്ഞു താഴുക എന്നറിയില്ല. മനസ്സിലായി? ഓഹരി വിപണിയുടെ തകർച്ച എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ സമ്പത്തിലും അധികം സന്തോഷിക്കാൻ നമുക്ക് പറ്റില്ല. തലമുറയിൽ സന്തോഷിക്കാൻ പറ്റുമോ? മറ്റിതര സ്ഥാനമാനങ്ങളിൽ സന്തോഷിക്കാൻ പറ്റുമോ? ഇല്ലില്ല. അപ്പം സന്തോഷം ഭാഗ്യമണ്ഡലത്തിൽ അധികം നാൾ നീണ്ടു നിൽക്കില്ല. പക്ഷേ സന്തോഷം നിത്യതയോളം തുടരുന്ന ഒന്നുണ്ട്, അത് ക്രിസ്തുവിലെ സന്തോഷമാണ്. അതാണ് ഫിലിപ്പിയ ലേഖനം നൽകുന്ന അനുഗ്രഹീതമായ പാഠം. എത്ര പേര് സമ്മതിക്കുന്നുണ്ടത്?
ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, ക്രിസ്തുവിൽ സന്തോഷിപ്പീൻ എന്നുള്ളത് ഫിലിപ്പിയ ലേഖനത്തിൻ്റെ ആന്തരിക പ്രമേയമാണ്. പ്രൈസ് ദി ലോർഡ്, റിജോയ്സ് ഇൻ ഹിം എന്നുള്ളത് ആവർത്തിച്ച് നമുക്കതിനകത്ത് കാണാൻ കഴിയും. അപ്പോൾ ക്രിസ്തുവിൽ സന്തോഷിക്കുക, അതാണ് ഫിലിപ്പിയ ലേഖനം. അടുത്ത ഒരു വാചകം തരാം, അത് ക്രിസ്തുവിൽ തികയുക എന്നതാണ്. ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളും തികവുള്ളതാകണം. പാതി ക്രിസ്ത്യ ജീവിതം പോരാ. യേശുവിൻ്റെ കൂടെ മുട്ടിത്തട്ടി ഉരുമി ഉരഞ്ഞു നടന്ന യൂദ പാതി വഴിയിൽ ഇട്ടിട്ട് നാശയോഗ്യമായി പാതയിലേക്ക് ഇറങ്ങിപ്പോയതുപോലെ കൃപാവരപ്രാപ്തനായിരുന്ന പൗലോസിനോടൊപ്പം നടന്നിരുന്ന ദമാസ് ലോകത്തിലേക്ക് വഴിമാറിപ്പോയതുപോലെ ഫിലേത്തോസും ഹുമനയോസും അവരുടെ വിശ്വാസ കപ്പൽ തട്ടി തകർത്ത് തരിപ്പണമാക്കി ഇല്ലാതെയായി പോയതുപോലെ അനന്യാസ സഫീറയും ദ്രവ്യാഗ്രഹത്തിൻ്റെ അഴുക്കുചാലിലേക്ക് വീണ് തകർന്നു പോയതുപോലെ നമ്മളാരും വഴിയാധാരമായി പോകരുത്, പകരം തികഞ്ഞവരായി മാറണം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് കുറ്റിക്കാട് അസംബ്ലീസ് ബോർഡ് കൺവെൻഷൻ 3, 4, 5 ദിവസങ്ങളിലേക്കൊക്കെ മാറുമ്പോൾ ഓർത്തുകൊള്ളണം, ഇതിൻ്റെ ആത്യന്തിക ലക്ഷ്യം നാട്ടിലുള്ള മുഴുവൻ ആളുകളും ക്രിസ്തുവിൽ തികഞ്ഞവരാകണമെന്നുള്ളത്. പാടി പ്രാർത്ഥിക്കാനും ആരാധിക്കാനും വചനം പഠിക്കാനും ഞങ്ങൾക്കിവിടെ നല്ല മനോഹരമായൊരു ആലയമുണ്ട്, അതിനകത്തിരുന്നാൽ മതി. പക്ഷേ ഈ സൗണ്ട് സിസ്റ്റവും ഇതിൻ്റെ സംവിധാനവും വെട്ടവും വെളിച്ചവുമായി നാട്ടിലേക്ക് ഒരു പൊതു ഗ്രൗണ്ടിലേക്ക് വന്നതിൻ്റെ കാരണം ഇവിടെയുള്ള സകല മനുഷ്യർ ക്രിസ്തുവിൽ തികയണം. പാപം മനുഷ്യനെ തികവിൻ്റെ അവസ്ഥയിൽ തട്ടി തകർത്ത് തരിപ്പണമാക്കി. അവൻ്റെ മനസ്സ്, അവൻ്റെ മനസ്സാക്ഷി, അവൻ്റെ ഇന്ദ്രിയ വ്യവസ്ഥിതി, അവൻ്റെ ശരീര വ്യവസ്ഥിതി മുഴുവനും പങ്കിലുമായി മാറി. ജഡത്തിൽ ഉയരുന്ന പാപരാഗങ്ങളുടെ വികാര വിക്ഷോഭങ്ങളുടെ അടിമത്വത്തിൽ നിന്നും അതീശത്വത്തിൽ നിന്നും അവന് വിടുതലുണ്ടാകുന്നില്ല. അതിനൊറ്റ പോംവഴിയുള്ളൂ, ക്രിസ്തുവിൽ നാം ആകുമ്പോൾ നാം തികഞ്ഞവരായി മാറും. അതാണ് കൊലോസ്യർ ലേഖനം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഫിലേമോന്റെ ലേഖനമാണ്. കാരാഗ്രഹ ലേഖനങ്ങളിൽ എടുത്തത് ഫിലേമോന്റെ ലേഖനമാണ്. ആ 25 വാക്യങ്ങളുള്ള ആ ലേഖനത്തെ കാച്ചിക്കുറുക്കിയെടുത്താൽ കിട്ടുന്നൊരു വാചകം മറന്നു പോകരുത്. ദൈവമക്കൾ ക്രിസ്തുവിൽ ഉൾക്കൊള്ളുക, അഥവാ ക്രിസ്തുവിൽ വഹിക്കുക. ജാതി നോക്കാതെ, മതം നോക്കാതെ, കുലം നോക്കാതെ, കുടുംബം നോക്കാതെ, വർഗം നോക്കാതെ, ദിക്ക് നോക്കാതെ, ഭാഷ നോക്കാതെ, വലിപ്പച്ചെറുപ്പങ്ങൾ, സാമ്പത്തിക മണ്ഡലത്തിൽ ഇത് നോക്കാതെ ഏത് വ്യക്തിയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വഹിക്കാൻ കഴിയുക. അതാണ് ഫിലേമോന്റെ ലേഖനം തരുന്നത്. ബോധ്യമായവർ, 4 ചിന്തകൾ ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഓക്കെ, കരഗ്രഹ ലേഖനങ്ങളുടെ ആകത്തുക ആകെയുള്ളതായിരിക്കുന്നതിൻ്റെ പ്രമേയത്തെ ഞാനൊന്ന് പരിചയപ്പെടുത്തി എന്നുള്ളതേ ഉള്ളൂ. ഇനി നമ്മൾ ഫിലിപ്പിയ ലേഖനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ശാന്തമായി ചിന്തിക്കുക. ഫിലിപ്പിയ ലേഖനത്തിന് 4 അധ്യായമാണുള്ളത്. ആ 4 അധ്യായത്തിലെ വിഷയം കൂടെ ഞാൻ പറഞ്ഞ ശേഷം വായിച്ച വാക്യത്തിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഇങ്ങനെ അടുക്കടുക്കായി പഠിക്കുന്നത് ലേഖനത്തോട് നിങ്ങൾക്കൊരു പ്രതിബദ്ധത ഉണ്ടാകേണ്ടതിന്, ലേഖനത്തിൻ്റെ ആഴങ്ങളെ ഒന്ന് ആരായേണ്ടതിനാണ്, ലേഖനത്തിൻ്റെ ആഴങ്ങളിൽ മറഞ്ഞു കിടക്കുന്ന ആത്മീക മർമ്മങ്ങളെ സ്വായത്തമാക്കേണ്ടതിനാണ്. നമ്മുടെ ആത്മീയതയ്ക്ക് തുരങ്കം വീഴ്ത്തുവാൻ, നമ്മെ കീഴ്മേൽ മറിക്കാൻ ശ്രമിക്കുന്ന പോരാട്ട ശക്തിയുടെ മുമ്പിൽ പതറാതെ നിൽക്കാൻ കഴിയണമെങ്കിൽ ലേഖനവും നാമം തമ്മിലുള്ളതായിരിക്കുന്ന ഒരു അഭേദ്യ ബന്ധമുണ്ടായി പറ്റൂ. അതിനുവേണ്ടിയാണ് ഞാൻ ഇന്ന് രാത്രിയിൽ ഫിലിപ്പിയ ലേഖനം ഒന്ന് പരിചയപ്പെടുത്തുക. 4 അധ്യായമാണുള്ളത്. ഈ 4 അധ്യായങ്ങളിൽ അനുഗ്രഹീതമായ 4 വിഷയങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതെന്താണെന്നറിയാമോ? ക്രിസ്ത്യ ജീവിതത്തിൻ്റെ 4 സവിശേഷതകൾ. അതാണ് എഴുതേണ്ടത്. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ 4 സവിശേഷതകൾ. ഞാൻ പറയുന്ന ഓരോ വാചകങ്ങളും നിങ്ങൾ കുറിച്ചു കൊണ്ടുപോകണമെന്നും കൂടുതൽ പഠിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഓൺലൈനിൽ ഇരിക്കുന്നവരോട് ഞാൻ ശുപാർശ ചെയ്യുന്നു, 4 ചിന്തകൾ 4 അധ്യായങ്ങളിൽ നിന്ന് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ സവിശേഷതയായി പറയുകയാണ്. നാട്ടിൽ എന്നെ ശ്രദ്ധിക്കുന്ന, വഴിയോരങ്ങളിൽ, വീടുകളിൽ, മുറ്റത്ത്, മട്ടുപ്പാവിലൊക്കെയായി ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, ഞങ്ങൾ നയിക്കുന്ന ക്രിസ്ത്യ ജീവിതത്തിന് അതിപ്രധാനമായി 4 സവിശേഷതകളുണ്ട്. ആ സവിശേഷതകളുടെ ആഴം അകതാരിൽ കയറിയത് കൊണ്ടാണ് ഞങ്ങൾ ഈ ക്രിസ്ത്യ ജീവിതം നയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സായിപ്പ് കാശ് തരുമെന്നുള്ളത് കൊണ്ടൊന്നുമല്ല. അതൊക്കെ പണ്ടത്തെ കാലത്തായിരുന്നു. ഇപ്പോൾ സായിപ്പിന് അങ്ങോട്ട് കാശ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? പുള്ളി കൊടുത്ത് ക്ഷീണിച്ചു. അതുകൊണ്ട് ഇപ്പോൾ സായിപ്പിൻ്റെ കാശ് കിട്ടുമെന്നൊന്നും പറഞ്ഞ് ആരും ക്രിസ്ത്യാനിത്വം സ്വീകരിക്കാൻ വരരുത്. സായിപ്പിനിപ്പോൾ അങ്ങനെ കാശ് കൊടുക്കുന്ന ഇടപാടില്ല. ഒരു കാശും എങ്ങു നിന്നും കിട്ടും എന്നുള്ളതല്ല. ഗവൺമെൻറ് ന്യൂനപക്ഷത്തിന് കാശ് തരുമെന്നുള്ളത് കൊണ്ടല്ല ഞങ്ങൾ ക്രിസ്ത്യാനികളായിരിക്കുന്നത്. ഇവിടെ ന്യൂനപക്ഷത്തിന്, ക്രിസ്ത്യാനികൾക്ക് ഒരു കാശും എങ്ങൊന്നും കിട്ടാറില്ല. അപ്പോൾ ഓർത്തുകൊള്ളണം. പിന്നെന്തിനാ ക്രിസ്ത്യ ജീവിതം? തല്ലും കൊല്ലും, കൊലവിളിയും, അക്രമങ്ങളും, അനീതികളും, സുവിശേഷ വിരോധികളുടെ നരാധമ പരിപാടികളൊക്കെ ഉള്ളപ്പോഴും ഈ പ്രബുദ്ധ കേരളത്തിൽ മാത്രമേ ഉള്ളൂ അധികമില്ലാത്തത്. ഈ കേരളത്തിൻ്റെ ചുരമിറങ്ങി അങ്ങോട്ട് അടുത്ത സംസ്ഥാനങ്ങളിലേക്ക് ചെന്നാൽ ക്രൈസ്തവ വിരോധ പ്രക്രിയകൾ നിരവധിയുണ്ട്. എന്നിട്ടും ക്രിസ്ത്യ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറാതെ നിൽക്കുന്നതിന് 4 അതിപ്രധാന കാരണങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ കാരണങ്ങൾ വ്യക്തമാക്കുന്നതാണ്
ഫിലിപ്പിയ ലേഖനം 4 അധ്യായത്തിലുള്ളത്. 1-ാം അധ്യായം അഥവാ 1-ാമത്തെ ചിന്ത എന്ന് പറയുന്നത് ദ പർപ്പസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫാണ്. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. അതറിയാതെ ആരും ക്രിസ്ത്യ ജീവിതം നയിക്കരുത്. വെറുതെ പള്ളിയിൽ അംഗമായി ചേരാൻ പാടില്ല. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിയണം. ദ പർപ്പസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് അത് വ്യക്തമാക്കുന്നത് 1-ാം അധ്യായം 20-ാം വാക്യമാണ്. 1:20 പറയുന്നു, ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ ക്രിസ്തു എൻ്റെ ശരീരത്തിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്ത്യ ജീവിതം നയിക്കുന്ന ഗ്രൗണ്ടിൽ വന്നു ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളോടും പറയാം, ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ക്രിസ്തുവിനെ നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു വെളിപ്പെടണം. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് മഹത്തായ കാര്യം? ക്രിസ്തുവിനെ, നമ്മുടെ പച്ചയായ മനുഷ്യനെ അല്ല നാട്ടുകാരും വീട്ടുകാരും അറിയേണ്ടത്, പകരം ക്രിസ്തു നമ്മിൽ വെളിപ്പെട്ടിട്ട് ക്രിസ്തുവിൻ്റെ ഭാവം, ക്രിസ്തുവിൻ്റെ ത്യാഗം, ക്രിസ്തുവിൻ്റെ സഹനം, ക്രിസ്തുവിൻ്റെ വിശുദ്ധി, ക്രിസ്തുവിൻ്റെ വിശ്വസ്തത, ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ നൈർമല്യത, നിഷ്കളങ്കത, വിധേയത്വം, വിനയം, എളിമ, താഴ്മ, സൗമ്യത ആദിയായതെല്ലാം നമ്മിലൂടെ നാട്ടുകാർ കാണണം. എത്ര പേര് സ്വോത്രം പറയും അതിന്? താങ്കൾ ധിക്കാരിയായാൽ, ധാർഷ്ട്യക്കാരനായാൽ, അഹങ്കാരിയായാൽ, താങ്കൾ കേസ്, വഴക്ക്, ലോക്കപ്പ്, കോടതി, പോലീസ് അടക്കമുള്ള ഇടപാടുകളുമായി പോയാൽ താങ്കൾ ക്രിസ്തീയ സാക്ഷ്യം വഹിക്കുന്നയാളല്ല എന്നുള്ളത് പരസ്യമായി പറയുന്നതിൽ ഖേദമുണ്ടാകേണ്ട, പറയാതിരിക്കാൻ നിർവാഹമില്ല. സുവിശേഷത്തിൻ്റെ പച്ചയായ ധർമ്മമാ വിളിച്ചു പറയുക. നമ്മൾ ക്രിസ്ത്യ ജീവിതം നയിക്കുന്നത് ക്രിസ്തുവിനെ വെളിപ്പെടുത്താനായിരിക്കണം. ഹല്ലേലൂയ. കുറ്റമില്ലാത്ത, തെറ്റില്ലാത്ത, വളവില്ലാത്ത, വക്രതയില്ലാത്ത, അനുഗ്രഹിതമായ, ഔന്നത്യം ഏറെ പറയാവുന്ന ഒരാളത്വ മഹിമയാണ് ക്രിസ്തു. ആ ക്രിസ്തുവിനെ നമ്മുടെ ശരീരത്തിലൂടെ, നമ്മുടെ ഭാവങ്ങളിലൂടെ, നമ്മുടെ രൂപങ്ങളിലൂടെ, നമ്മുടെ വാക്കുകളിലൂടെ മറ്റുള്ളവന് വെളിപ്പെടാനിടയാകണം. അതാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത്. അവിടെ ഒരു പ്രയോഗമുണ്ട്, ജീവിച്ചാലും മരിച്ചാലും ക്രിസ്തു എന്നിൽ വെളിപ്പെടണം. ആ ചിന്തയുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഓക്കെ, രണ്ടാമത്തെ സംഗതി ദ പാറ്റേൺ ഓഫ് ക്രിസ്ത്യൻ ലൈഫാണ്. ദ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആത്യന്തിക മാതൃക. ദ അൾട്ടിമേറ്റ് പാറ്റേൺ ഓഫ് ക്രിസ്ത്യൻ ലൈഫ് എന്താണ്? ഫിലിപ്പിയ ലേഖനമാണ് നൽകുന്നത്. 2-ാം അധ്യായം 5-ാമത് വാക്യം നോക്കണം. ഫിലിപ്പിയർ 2:5 പറയുന്നു, ദ സെയിം ആറ്റിറ്റ്യൂഡ് വിച്ച് വാസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തുവിൻ്റെ അതേ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടാകട്ടെ. എത്ര പേർക്ക് സ്വോത്രം പറയാൻ പറ്റും? ക്രിസ്തുവിൻ്റെ അതേ ഭാവം, ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തുവിൻ്റെ രീതി ശാസ്ത്രം നമ്മിലേക്ക് പകർത്താൻ കഴിയണം. ക്രിസ്തുവിനെ നോക്കി ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ കഴിയണം. വേറെ റോൾ മോഡലൊക്കെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്. പക്ഷേ ആത്യന്തികമായ റോൾ മോഡൽ ക്രിസ്തു തന്നെയാണ്. പ്രൈസ് ദ ലോർഡ്. ക്രിസ്തു അങ്ങനെ ആയതുകൊണ്ട് ഞാനും അങ്ങനെ ആകുന്നു. എനിക്കത് വേണ്ട, എന്തുകൊണ്ട്? എൻ്റെ കർത്താവിനത് വേണ്ട. എനിക്കത് വേണം, എന്തുകൊണ്ട്? എൻ്റെ കർത്താവിനത് വേണം. അതാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ മാതൃക എന്ന് പറയുന്നത്. ദ അൾട്ടിമേറ്റ് പാറ്റേൺ. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഏറ്റവും ആത്യന്തികമായ മാതൃക ക്രിസ്തു തന്നെയാണ്. അതാണ് 2-ാം അധ്യായം നമുക്ക് നൽകുന്ന അനുഗ്രഹീതമായ ചിന്ത. വേഷത്തിൽ മനുഷ്യനായി ദൈവത്തെ മാറ്റിവെച്ചിട്ട് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ള വിനീത വിധേയനായി വന്ന ക്രിസ്തുവിൻ്റെ ആ സൗമ്യതയുടെ രൂപഭാവമാകാൻ നമുക്ക് കഴിയുക. അതാണ് ക്രിസ്തുവിനെ മാതൃകയാക്കുക എന്ന് പറയുന്നത്. ഇനി 3-ാം അധ്യായം, അവിടെയാണ് നമ്മൾ വായിച്ചത്. 3-ാം അധ്യായം എന്ന് പറയുന്നത് ദ ഹോപ്പ് ഓഫ് ക്രിസ്ത്യൻ ലൈഫാണ്. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആത്യന്തിക പ്രത്യാശ. ദ അൾട്ടിമേറ്റ് ഹോപ്പ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. എന്താണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആത്യന്തികമായ പ്രത്യാശ? ഇവിടെ കുറേ കാലം ഇങ്ങനെ ജീവിച്ച് നല്ല വീട്ടിൽ പാർത്ത് നല്ല തോട്ടത്തിൻ്റെ ഫലം വെട്ടിയെടുത്തും കിളച്ചെടുത്തും പറിച്ചെടുത്തും ഒക്കെ അനുഭവിച്ച് ഇവിടെയുള്ളതായിരിക്കുന്ന എല്ലാ നന്മകളും ആസ്വദിച്ച് ജീവിച്ചിട്ടൊരിക്കൽ മരിക്കും. മരിച്ചു കഴിഞ്ഞാലോ ഈ ശരീരം മണ്ണിൽ വിലയം പ്രാപിക്കും. ഇവിടുത്തെ തെങ്ങും ഇവിടുത്തെ വൃക്ഷലതാദികൾ നമ്മെ വലിച്ചെടുത്തിട്ട് അതിൻ്റെ തടി വീർക്കും. ഒടുവിലെ തടി കടപുഴകി വീഴും. അതോടെ തീർന്നു എല്ലാം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം അതൊന്നുമല്ല. ഈ മണ്ണിൽ വിലയം പ്രാപിച്ച് തീരുമെന്നല്ല, ഈ മണ്ണിൽ നിന്ന് വിണ്ണിലേക്ക് നമുക്കൊരു യാത്രയുണ്ട്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ആ യാത്ര? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ആ ഒരു മാറ്റം? അതാണ് 3-ാം അധ്യായം നമുക്ക് നൽകുന്നത്. നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും, നമ്മെ അവിടേക്ക് കൊണ്ടുപോകും. ഹല്ലേലൂയ. പാതാളത്തിൽ നിന്ന് കയറി വരുന്ന ഒരുവനെ നോക്കി താഴോട്ട് നോക്കി നിൽക്കുന്നവരല്ല, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നവനെ നോക്കി ഉയരത്തിലുള്ളത് ചിന്തിക്കുന്നവരാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ, ഇവിടുത്തെ വിശ്വാസ സമൂഹം. അത് നമ്മുടെ
ഏറ്റവും വലിയ പ്രത്യാശയാണ്. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആ വാക്യങ്ങളെയാണ് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. അടുത്തത് 4-ാം അധ്യായം എന്താണ് പറയുന്നത്? 4-ാം അധ്യായം എന്ന് പറയുന്നത് ദ പവർ ഓഫ് ക്രിസ്ത്യൻ ലൈഫാണ്. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ശക്തി എന്താണ് എന്നത്. ദ പവർ ഓഫ് ക്രിസ്ത്യൻ ലൈഫ് 4-ാം അധ്യായം അതിൻ്റെ 13-ാമത് വാക്യം നോക്കിക്കേ. 13-ാം വാക്യം പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന. ക്രിസ്ത്യ ജീവിതത്തിനൊരു ശക്തിയുണ്ട്. എന്താ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ശക്തി? നമ്മിൽ വ്യാപരിപ്പിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരമാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം. ആ വല്ലഭത്വം ആകത്തുള്ളവർ എത്ര പേരുണ്ടെന്ന് രാത്രിയിൽ പാട്ട് പാടുമ്പം മാത്രം പ്രകടനം കാണിക്കാനല്ല, അന്ധകാര ശത്രുവിൻ്റെ മുമ്പിൽ പടപൊരുതി നിൽക്കാൻ പോരാട്ടത്തിൻ്റെ ഒരു ശക്തി, ദ മൈറ്റി പവർ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. അതാ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ശക്തി. വിദേശ ബന്ധമുള്ളതല്ല, പോക്കറ്റിൽ റിയാലും ദീർഘവും ദറംസും യൂറോയും ഡോളറും ഉള്ളതല്ല ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ശക്തി. വിദേശത്ത് മക്കൾ ചേക്കേറി എന്നുള്ളതല്ല, നമ്മുടെ സഭയുടെ ബ്രാഞ്ച് അങ്ങ് വിദേശത്തും ഉണ്ടെന്നുള്ളതൊന്നുമല്ല നമ്മുടെ ശക്തി. മനസ്സിലായോ? പോക്കറ്റിൽ കിടക്കുന്ന മൊബൈൽ ഫോൺ എടുത്ത് 10 നമ്പർ ഡയൽ ചെയ്താൽ മറുതലയ്ക്കൽ വമ്പൻ താരങ്ങളെ നമുക്ക് കിട്ടും. കളക്ടറെ കിട്ടും, MP കിട്ടും, MLA കിട്ടും, ഇവിടുത്തെ വമ്പൻ രാഷ്ട്രീയ നേതാക്കന്മാരെ കിട്ടും. അതൊന്നുമല്ല ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ശക്തി. പിന്നെ മൺകൂടാരത്തിൽ ദൈവം വ്യാപരിപ്പിച്ചിരിക്കുന്ന ദൈവശക്തിയുടെ വല്ലഭത്വമുണ്ട്. ദൈവത്തോട് സംസാരിക്കാൻ ഒരു ഭാഷയും ശത്രുവിനെ ശാസിക്കാൻ കരുത്തുള്ളൊരു പരമാധികാരവും ദൈവം തന്നിട്ടുണ്ട്. ആ ശക്തി ആകത്തുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. തച്ചിന് കുത്തിയിരുന്ന് ചെയ്തു കൂട്ടുന്ന കർമ്മദോഷങ്ങൾ, ദുർമന്ത്രവാദ ശക്തികൾ, ഇത്ര ദിവസത്തിനകത്ത് നിന്നെ പറപ്പിക്കുമെന്ന് വെല്ലുവിളിക്കുന്ന ദുഷ്ടശക്തിയുടെ മുഖത്ത് നോക്കി അടങ്ങെന്ന് പറയാൻ ഒരു ശക്തി നമ്മുടെ ആകത്ത് ദൈവം തന്നിട്ടുണ്ട്. നമ്മുടെ മണ്ണ്, ആ നമ്മൾ അനുഭവിക്കുന്ന മണ്ണ് അവൻ്റെയാണെന്ന് വരുത്തി തീർക്കുക. ഈ ദേശം എൻ്റേതാണെന്ന് അവകാശപ്പെടുന്ന വ്യക്തികൾ എൻ്റേതാണെന്ന് അവകാശപ്പെടുന്ന ദുഷ്ടശക്തി, ഭൂതപ്രേത പിശാചുക്കൾ, ആ വാഹന ശക്തികൾ, സങ്കല്പമൂർത്തികൾ, മനുഷ്യൻ നിർമ്മിതമായി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിലേക്ക് സങ്കല്പിച്ച് കയറ്റിയിരിക്കുന്ന ചില വല്ലാത്ത ശക്തികൾ, ഇതിനോട് പടപൊരുതുവാനുള്ള ഒരധികാരം നമ്മുടെ അകത്ത് ദൈവം തന്നിട്ടുണ്ട്. ആ ശക്തിയാണ്. ഹല്ലേലൂയ! എത്ര പേരുടെ ഉള്ളിൽ അത് വ്യാപരിക്കുന്നുണ്ട് ഇന്ന് രാത്രിയിൽ? ആ ശക്തിയുടെ വല്ലഭത്വമാണ് ക്രിസ്ത്യ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നത്. കിലുകിലുക്കുന്ന കുന്തങ്ങളും വെട്ടിത്തിളങ്ങുന്ന വായ്ത്തലയുള്ള വാളുകളും പാതയോരങ്ങളിലെ പതിയിരിപ്പുകളും ചില ഭരണാധിപന്മാരുടെ വല്ലാത്ത ചില നീക്കങ്ങളും അവരുടെ ചില ഹിഡൻ അജണ്ടകളും കണ്ട് വീട്ടിൽ കയറി കഥകളയ്ക്കാൻ നമുക്ക് പറ്റില്ല. വർദ്ധിത വീര്യത്തോടെ കർത്താവിന് വേണ്ടി നിലകൊള്ളാൻ, മുൻപോട്ട് വീണ് ചാകണ്ട വന്നാലും ക്രിസ്തീയ സന്ദേശത്തിന് വേണ്ടി നിലകൊള്ളാൻ, ഈ വിശ്വാസത്തെ വിട്ടുഴന്ന് പോകാതിരിക്കാൻ നമ്മിൽ വ്യാപരിക്കുന്ന ഒരു ശക്തി, അകത്ത ശക്തി ഉണ്ടെന്ന് ബോധ്യമുള്ളവർ ആ കരമടിച്ച് കർത്താവിനെ ഒന്ന് ആരാധിക്കുക. ശക്തിയുടെ വല്ലഭത്വത്തോടെ. ഹല്ലേലൂയ! പ്രതികൂലങ്ങളെ അതിജീവിക്കാൻ, തിരമാലകളെ അതിജീവിക്കുവാൻ, കുത്തൊഴുകി വരുന്ന യോർദാനെ വിഭജിച്ച് മുന്നേറാൻ, വാഗ്ദത്ത ദേശത്തേക്ക് കാലുവയ്ക്കാൻ നമ്മെ പ്രേരിതമാക്കുന്ന ഒരു ശക്തിയുടെ സവിശേഷത. യേശുവിൻ്റെ നാമത്തിൽ. അതാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ശക്തിയുടെ വ്യാപാരം. ആരുടെ മുമ്പിൽ തോറ്റുകൊടുക്കുന്നൊരു ശക്തിയല്ല, വെല്ലുവിളിയുടെ മുമ്പിൽ മുട്ടുകുത്തി പോകുന്നതല്ല. പാപത്തിൻ്റെ ആസ്വാദ്യത നമ്മുടെ നെഞ്ചിന് നേരെ വരുമ്പോൾ അതിൻ്റെ മുമ്പിൽ ആത്മീയത പണയപ്പെടുത്തുന്നൊരു ശക്തിയല്ല, പകരം അതിനെ അതിജീവിക്കാൻ കഴിയുന്നൊരു ശക്തി. അതാ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത്, നമ്മുടെയും നമ്മുടെ തലമുറകളുടെയും അകത്ത് വ്യാപരിക്കുന്നത്. അതാണ് ഫിലിപ്പിയ ലേഖനത്തിൻ്റെ 4 അധ്യായങ്ങളിൽ വാരി നിറച്ചിട്ടുള്ള ആത്മീക വിചിന്തനം. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ച് ഇത്രയും കാര്യങ്ങൾ വ്യക്തമായെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. നമ്മുടെ പൗരത്വം എവിടെയാണെന്ന്? സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവ് ഇറങ്ങി വരും. എന്തിനാ? നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്താൻ. ക്രൈസ്തവ പ്രതീക്ഷയിൽ ഏറ്റവും മഹത്തായ ഒന്ന് കർത്താവിൻ്റെ പുനരാഗമനവും പുനരാഗമിക്കുന്ന കർത്താവിനോടൊപ്പമുള്ള നമ്മുടെ സമാഗമനവും ആണ്. ആ ചിന്തയിലേക്ക് വരുന്നതിന് മുൻപ് വാക്യത്തിൻ്റെ തുടക്കം വളരെ ശ്രേഷ്ഠമാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. എന്താണ് പൗരത്വം എന്ന വാക്കിൻ്റെ അർത്ഥം? സിറ്റിസൺഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുക? പുരത്തിൻ്റെ അംഗത്വം, അതാണ് പൗരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുക. പുരത്തിൻ്റെ എന്ന് പറഞ്ഞാൽ പട്ടണത്തിൻ്റെ അംഗത്വം നേടുക എന്നുള്ളത്. നമ്മുടെ പൗരത്വം, നമുക്കൊരു പുരമുണ്ട്, ഒരു പട്ടണമുണ്ട്, ഒരു ഇമ്പങ്ങളുടെ തീരമുണ്ട്. സ്വച്ഛ സ്ഫടിക തങ്ക തുല്യ നിർമ്മിതമായ വീഥികളോട് കൂടെയുള്ള ഒരു പുരം അഥവാ ഒരു പട്ടണം. അവിടെ നമുക്ക് അംഗത്വമുണ്ട്. മനസ്സിലായില്ലേ?
ആ അംഗത്വമാണ് പൗരത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ ചില വിചാരങ്ങൾ പൊതുവായി പറയുക, നാട്ടുകാരും കൂടെ കേട്ടോണം. വിശ്വാസ സമൂഹം മുഴുവനും കേൾക്കണം, എല്ലാവരും ഒരേപോലെ കേൾക്കണം. മനുഷ്യനായി ജന്മമെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളും അറിയണം, ഏത് മനുഷ്യനും പൗരത്വമുണ്ട്. അത് ഈ നാടിൻ്റെ പൗരത്വമാണ്, ഇന്ത്യയുടെ പൗരത്വം. ഭാരത പൗരത്വം എന്നൊക്കെ പറയുന്നത് അഭിമാനത്തിൻ്റെ തിളക്കമുള്ള കാര്യമാണ്. ചിലർ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറി അവിടുത്തെ പൗരത്വത്തിന് ഉടമകളായി മാറിയിട്ടുണ്ട്. ഞാൻ ഇന്ന് രാത്രിയിൽ 2 പൗരത്വങ്ങളെ നിങ്ങളുടെ മുൻപിലേക്ക് വയ്ക്കുകയാണ്. 2 പൗരത്വങ്ങൾ. ഒന്ന് ഈ നാടിൻ്റെ പൗരത്വം, 2 നാം പ്രത്യാശിക്കുന്ന അക്കരെ നാടിൻ്റെ പൗരത്വം. ഈ 2 പൗരത്വങ്ങളിൽ പൗരബോധത്തോടെ ജീവിക്കുന്നവനാണ് കർത്താവിനോടൊപ്പം എടുത്തുകൊള്ളപ്പെടുക. ഈ പാർത്തലത്തിൽ നാം ജീവിക്കുന്ന കാലമത്രയും 2 പൗരത്വങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ടാകണം. അമ്മയുടെ ഉദരത്തിൽ നിന്ന് മണ്ണിലേക്ക് ജന്മം കൊണ്ടതുകൊണ്ട് ഈ മണ്ണിൻ്റെ പൗരത്വം നമുക്കുണ്ട്. അമ്മ നമ്മെ ജനിപ്പിച്ചത്, മാതാപിതാക്കൾ നമ്മെ ജനിപ്പിച്ച് മണ്ണിലേക്കാണ്. അതുകൊണ്ട് ഈ മണ്ണുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് ഈ മണ്ണിൻ്റെ പൗരത്വം, ഈ ഭൂമിക ഭാരതവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഭാരതത്തിൻ്റെ പൗരത്വം, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നമുക്ക് ലഭിക്കപ്പെട്ടിട്ടുള്ളത്, അത് നമുക്ക് അഭിമാനമാണ്. ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ലംഘിക്കാതെ നാം ജീവിക്കണം എന്നുള്ളത് നമ്മോടുള്ള പൗരത്വ ബോധമാണ്. ആത്മീകനായതുകൊണ്ട്, പള്ളിയിലെ അംഗമായതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ലംഘിക്കാൻ നമുക്ക് പറ്റില്ല. പൗരബോധമുള്ളവരായി തന്നെ ജീവിക്കണം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സമ്മതിദാനാവകാശം ആഞ്ഞുറപ്പിച്ച് നമുക്കിഷ്ടമുള്ള സ്ഥാനാർത്ഥിയെ അധികാര കസേരയിലേക്ക് അവരോധിക്കുന്നത്. ഓക്കെ, രാജ്യത്തോട് കൂറ് പുലർത്തുന്നവരും രാജ്യത്തിൻ്റെ നിയമങ്ങൾ വിഘടിക്കാതെ, രാജ്യത്തിൻ്റെ നിയമങ്ങളോട് വിമുഖത കാട്ടാതെ അതിനെ നിരുപാധികം ഏറ്റെടുത്ത് അനുസരിക്കുന്നൊരു കൂട്ടരാണ് നമ്മൾ ഓരോരുത്തരും. മാത്രമല്ല, അങ്ങ് പ്രസിഡന്റ് എന്ന ഉന്നത സ്ഥാനീയരായിരിക്കുന്ന ആൾ മുതൽ ഇങ്ങ് താഴെ പഞ്ചായത്ത് മെമ്പർ വരെയുള്ള മുഴുവൻ ആളുകൾക്കും വേണ്ടി നെഞ്ചുരുകി പ്രാർത്ഥിക്കുന്നവരുമാണ് നമ്മൾ. എത്ര പേർ ആ കർമ്മത്തിൽ ഏർപ്പെടുന്നുണ്ട്. എന്നിട്ടും ക്രൈസ്തവരുടെ മുട്ടുകാല് തല്ലി ഓടിച്ച് അവൻ്റെ തല തല്ലി കീറാൻ വേണ്ടി പാഞ്ഞു നടക്കുന്ന ഒരുപറ്റം നരാധമ ശക്തികളുണ്ട്. അവരോട് നമുക്ക് പിക്കറ്റിങ്ങോ ഹർത്താലോ കരിങ്കൊടി പ്രകടനമോ വഴിതടയലോ സെക്രട്ടേറിയറ്റ് വളയലൊന്നും നമുക്കില്ല. നമ്മൾ അനുഭവിക്കുന്ന ഈ വ്യഥകളെല്ലാം ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുകയല്ലാതെ വേറെ പ്രതികാര നടപടികളില്ല. അതിൻ്റെ കാരണം എന്താ എന്ന് ചോദിച്ചാൽ, ഈ മണ്ണിൻ്റെ പൗരത്വം മാത്രമല്ല നമുക്കുള്ളത്, വിണ്ണിൻ്റെ പൗരത്വവുമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അമ്മ ജനിപ്പിച്ചതുകൊണ്ട് മണ്ണിൻ്റെ പൗരത്വം, ആത്മാവ് വീണ്ടും ജനിപ്പിച്ചതുകൊണ്ട് ആ വിണ്ണിൻ്റെ പൗരത്വം കിട്ടിയത്. എത്ര പേര് മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനൊരു മനുഷ്യൻ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ അവന് സ്വർഗീയ പൗരത്വം ലഭിക്കപ്പെടുന്നു. അങ്ങനെ നമ്മൾ 2 പൗരത്വമുള്ളവരാ. അമ്മയാൽ നമുക്കിവിടെ ഒരു ജന്മം, അപ്പനാൽ അമ്മയാൽ ഇവിടെ ഒരു ജന്മം കിട്ടിയതുകൊണ്ട് ഈ മണ്ണിൻ്റെ പൗരത്വം, രാജ്യത്തിൻ്റെ പൗരത്വമുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ നിയമങ്ങളെ തെല്ലും വ്യതിചലിപ്പിക്കാതെ അതിനെ കൃത്യതയോടുകൂടി അനുഷ്ഠിച്ച് മുൻപോട്ട് പോകാൻ ഇടയാകണം. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനനം പ്രാപിച്ചവരാണ് നമ്മൾ. വീണ്ടും ജനനം പ്രാപിച്ചപ്പോൾ ആദ്യ ജനനത്തിൻ്റെ സമസ്ത ദോഷങ്ങളും നമുക്ക് മാറിപ്പോകുകയും നമ്മളൊരു പുതിയ ജീവിത തലത്തിലേക്ക് വരികയും ചെയ്തു. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ജന്മം കിട്ടിയ അഥവാ വീണ്ടും ജനനം പ്രാപിച്ചവരെല്ലാവരും സ്വർഗീയ പൗരത്വമുള്ളവരുമാണ്. സ്വർഗീയ പൗരത്വത്തിനൊരു കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്. ഈ രാജ്യത്തിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്. രാജ്യത്തിൻ്റെ ഭരണഘടന നമുക്കറിയാം. സ്വർഗരാജ്യത്തിൻ്റെ ഭരണഘടനയാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. 66 വിശിഷ്ട ഗ്രന്ഥങ്ങളിലായി 1189 അധ്യായങ്ങളും അതുപോലെ 31,173 വാക്യങ്ങളിലുമായി തന്നിട്ടുള്ള സ്വർഗീയ കോൺസ്റ്റിറ്റ്യൂഷനാണ് വിശുദ്ധ ബൈബിൾ. ഇത് ക്രിസ്ത്യാനികളുടെ മതഗ്രന്ഥമല്ല, പകരം മനുഷ്യന് ദൈവം കൊടുത്തിട്ടുള്ള അനുഗ്രഹീതമായ നിയമസംഹിതയാണ്. അതിനെ അക്ഷരം വിടാതെ അനുസരിക്കുകയും ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് സ്വർഗീയ പൗരത്വ ബോധമുള്ള വ്യക്തി. ഇത് രണ്ടും കൂടെ ചേർത്ത് ഞാനൊരു ഭാഗം നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇവിടുത്തെ ദൈവമക്കൾ അറിയേണ്ടതിന് വേണ്ടി, ക്രിസ്ത്യാനികൾ അറിയേണ്ടതിന്, വിശേഷിച്ച് പെന്തക്കോസ്ത് സംസ്കാരമുള്ള മുഴുവൻ സഭാജനങ്ങളും അറിയേണ്ടതിന് 2 പൗരത്വ ബോധമുള്ള ഒരു വ്യക്തിയുടെ ആത്മീയതയെ വ്യക്തമാക്കുന്നൊരു സംഭവം ഞാൻ ഓർമ്മപ്പെടുത്താം. ശ്രദ്ധിക്കണം. നമുക്കറിയാം, പ്രാർത്ഥനാ വീരനായ, വിശ്വസ്തനായ, കുറ്റമില്ലാത്തവനായ പഴയ നിയമത്തിൻ്റെ അനുഗ്രഹീത പ്രവാചകൻ ദാനിയേലിനെ അറിയാത്തവരാരുമില്ല. ദാനിയേലിൻ്റെ പ്രത്യേകത വിശ്വസ്തനാണ്, കുറ്റമില്ലാത്തവനാണ്. അപ്പോൾ തന്നെ ദാനിയേൽ ഉത്കൃഷ്ട മാനസനാണ് എന്ന് വായിക്കുന്നുണ്ട്. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം പഠിച്ചാൽ ആ കാര്യങ്ങൾ കാണാൻ കഴിയും. 6-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, 6-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, 6-ാം
6 22 വാക്യം. കൃത്യമായി വാക്യം പറയുന്നത് ഓർത്തുകൊള്ളണം. 6 വാക്യം ദാനിയേൽ ഉത്കൃഷ്ടമാനസൻ. 4 വാക്യം ദാനിയേൽ വിശ്വസ്തൻ. 22 വാക്യം ദാനിയേൽ എല്ലാറ്റിലും കുറ്റമില്ലാത്തവൻ, ഒരു കാര്യത്തിലും കുറ്റമില്ലാത്തവൻ. അതുകൊണ്ട് യഹോവയ്ക്ക് ഏറ്റവും പ്രിയപുരുഷൻ ദാനിയേൽ. ആ ദാനിയേൽ രാജാവിനോട് പ്രാർത്ഥിക്കുന്നില്ല എന്ന ഒറ്റ കാരണത്താൽ അവനെ സിംഹക്കുഴിയിലേക്ക് തട്ടിയ വിവരം നമുക്ക് നന്നായിട്ടറിയാം. സിംഹക്കുഴിയിലേക്ക് യാദൃച്ഛികമായി കൊണ്ടിടുകയായിരുന്നില്ല. അവനോട് പറഞ്ഞു, രാജാവിനോട് പ്രാർത്ഥിക്കാത്തത് കൊണ്ട് നിന്നെ സിംഹക്കുഴിയിൽ ഇടാൻ പോവുക. ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ദാനിയേൽ സിംഹക്കുഴിയുടെ അടിത്തട്ടിൽ എത്തുന്നതിന് മുൻപ് സിംഹം അവനെ തിന്നുകളയുമെന്ന് എല്ലാവരും കരുതി. പക്ഷേ ദാനിയേൽ അങ്ങോട്ട് ചെന്ന് വീഴുമ്പോഴേ സിംഹങ്ങളെല്ലാം വളരെ ഭവ്യതയോടെ മാറി നിൽക്കുകയായിരുന്നു. അന്ന് രാത്രി ദാനിയേൽ അവയോട് കൂടെ കിടന്നുറങ്ങി. രാവിലെ ദാനിയേലിൻ്റെ പൊടി പോലും കാണത്തില്ലെന്ന് വിചാരിച്ച്, എല്ലുമുട്ടം മാത്രം ബാക്കിയാകും എന്ന് വിചാരിച്ച് രാജാവ്, ഉറക്കം വരാത്ത രാജാവ് ദാനിയേലിൻ്റെ ഗുഹക്കരികിലേക്ക് വന്നിട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ദാനിയേലേ, നീ സേവിച്ച് നിൽക്കുന്ന ദൈവം നിന്നെ വിടിവിപ്പാൻ പ്രാപ്തനായോ? അറിയാമല്ലോ സംഭവം. ഓക്കെ, അകത്തു നിന്ന് ഉറക്കച്ചടവിൻ്റെ മറുപടിയല്ല, വ്യക്തമായി സ്പഷ്ടമായി സ്ഫുടമായി ദാനിയേൽ പറയുന്ന മറുപടി വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? മഹാരാജാവേ, അങ്ങ് നീണാൾ വാഴട്ടെ. ക്രൈസ്തവ മനോഭാവം എത്ര ശ്രേഷ്ഠമായ, എത്ര പുണ്യമാണെന്നറിയണമെങ്കിൽ അത് മാത്രം ചിന്തിച്ചാൽ മതി. തലേ ദിവസം സിംഹക്കുടിയിലേക്ക് തള്ളിയ രാജാവിന് ദീർഘായുസ് ആശംസിക്കുന്ന ഒരു മനോഭാവം, അതാണ് ക്രൈസ്തവ മനോഭാവം. ഹല്ലേലൂയ. ഇന്നലെ സിംഹക്കുഴിയിലേക്ക് തള്ളാൻ ഉത്തരവിട്ട രാജാവിന് ദീർഘായുസ് ആശംസിക്കാൻ കഴിയണമെങ്കിൽ ദൈവവുമായിട്ട് ആന്തരിക രമ്യതയുള്ള ഒരു മനോഭാവത്തിന് മാത്രമേ അത് പറ്റുകയുള്ളൂ. മഹാരാജാവേ, അങ്ങ് നീണാൾ വാഴട്ടെ എന്ന് പറഞ്ഞിട്ട് അടുത്ത വാചകം ശ്രദ്ധിക്കണം. പൗരത്വ ബോധത്തിൻ്റെ തിളക്കമുള്ള വാചകമാണ്. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് ഞാൻ സേവിച്ച് നിൽക്കുന്ന ദൈവമായ യഹോവ തൻ്റെ ദൂതനെ അയച്ചിട്ട് അവയുടെ വായ അടച്ചു കളഞ്ഞു. സ്വോത്രം പറഞ്ഞില്ലല്ലോ കുറ്റിക്കാട്. ഞാൻ സേവിച്ച് നിൽക്കുന്ന ദൈവം ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായ എന്തോ ഇതെന്ന് അടച്ചു കളഞ്ഞു. അതിൻ്റെ ന്യായം പറയുന്നു. അതിൻ്റെ കാരണം മഹാരാജാവിനറിയാമോ? ഞാൻ എൻ്റെ ദൈവത്തിന് മുൻപാകെ കുറ്റമില്ലാത്തവൻ. ഞാൻ ദൈവം മുൻപാകെ കുറ്റമില്ലാത്തവനായതുകൊണ്ട് ദൈവം എനിക്ക് വേണ്ടി സിംഹത്തിൻ്റെ വായടച്ചു. അടുത്ത വാചകം, തിരുമുൻപാകെ ഞാനൊരു ദോഷവും ചെയ്തിട്ടില്ല. ഈ 2 വാചകങ്ങളെ ശ്രദ്ധിച്ചു പഠിക്കണം. ദൈവത്തിന് മുൻപാകെ കുറ്റമില്ലാത്തവൻ, അതാണ് സ്വർഗീയ പൗരത്വ ബോധം. രാജാവിന് മുൻപാകെ കുറ്റമില്ലാത്തവൻ, അതാണ് രാജ്യത്തിൻ്റെ പൗരത്വ ബോധം. ഇത് രണ്ടും കൂടെ സമഞ്ജസമായി സമ്മേളിക്കപ്പെടുമ്പോഴാണ് ഒരു ഉത്തമ പൗരൻ ഉണ്ടാകുന്നത്. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട്? രാജ്യത്തിന് വേണ്ടി കൊടി പിടിക്കുകയും രാജ്യത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയും രാജ്യത്തിന് വേണ്ടി അടിപിടി കലാശങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന നിരവധി ആളുകൾക്കും ദൈവവുമായി ബന്ധമില്ല. യഥാർത്ഥ പൗരത്വം ദൈവത്തിൻ്റെ പ്രമാണങ്ങളെയും രാജ്യത്തിൻ്റെ പ്രമാണങ്ങളെയും ഒരേപോലെ സമന്വയിപ്പിച്ച് അനുസരിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ പൗരൻ. ആ പൗരബോധമുള്ളവരാണ് ഇവിടുത്തെ ദൈവമക്കളെന്ന് ഞങ്ങൾ അവകാശപ്പെടുമ്പോൾ അതിനെതിരെ നെറ്റ് ചുളിച്ചിട്ട് കാര്യമില്ല. അത്യുന്നതനായൊരു ദൈവം, ആരെങ്കിലും ശില്പചാതുര്യത കൊണ്ട് ഉണ്ടാക്കി വെച്ചൊരു ദൈവത്തെ അല്ല ഞങ്ങൾ സേവിക്കുന്നത്. ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ വിഭാവന ചെയ്ത സങ്കല്പങ്ങളെയല്ല ഞങ്ങൾ ആരാധിക്കുക. ഈ ആകാശം അതിലുള്ളതെല്ലാം, ഭൂമി അതിലുള്ളതെല്ലാം, സമുദ്രം അതിലുള്ളതെല്ലാം ഉണ്ടാക്കിയ സർവശക്തനും സർവജ്ഞാനിയും സർവ്വവ്യാപിയും സർവാധികാരിയും നിത്യനും മാറ്റമില്ലാത്തവനും അത്യുന്നതനും സൽഗുണ സമ്പൂർണനും പരമകാരുണികനും മഹോന്നതനും മഹത്വ സിംഹാസനസ്ഥനുമായ ഒരു പരാശക്തിയുണ്ട്. ഹല്ലേലൂയ. സകല ജനത്തിനും ആഹാരം കൊടുക്കുന്ന, സകല ജഡത്തിനും അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന, എല്ലാ ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥിതിയെ നന്നായി ക്രമീകരിക്കുന്ന ഒരു സാക്ഷാൽ പരമ്പൊരുൾ, ഒരു ജഗം നിയന്താവ്. ആ ദൈവത്തിനൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ആ ഒരു നിയമസംഹിതയുണ്ട്. അതനുസരിക്കുകയും ജീവിക്കുന്ന നാട്ടിൻ്റെ പ്രമാണങ്ങളോട് മുഖം തിരിക്കാതെ അത് അതിൻ്റെ അതേ നടപടിയിൽ അനുസരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടമേ ഉള്ളൂ ഇവിടെ. അതാണ് ദൈവമക്കൾ. കരം അടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഇതാണ് പൗരബോധം എന്ന് പറയുക. വേദപുസ്തകം ഞങ്ങൾക്ക് തരുന്ന പ്രമാണം ഇതാ. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാവുന്നു. ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കണം, രാജ്യത്തിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കണം. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് അനുസരിക്കുമ്പോഴാണ് യഥാർത്ഥ പൗരബോധത്തിലേക്ക് വരിക. അതുകൊണ്ടാണ് ഇവിടെ പറയുക, നമ്മുടെ പൗരത്വം എവിടെയാകുന്നു? സ്വർഗത്തിലാകുന്നു. അടുത്ത പ്രയോഗം, അവിടെ നിന്ന്. സ്വർഗമെന്നൊരു തട്ടകമുണ്ടോ? ഉണ്ട്. സ്വർഗവും നരകമെല്ലാം ഇവിടെ തന്നെയാണെന്നൊക്കെ പഠിപ്പിക്കുന്ന ചില ചിന്തകന്മാരൊക്കെ ഉണ്ട്. അതങ്ങനെ വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നവരുണ്ട്. ഒടുവിൽ
മരണപ്പെട്ട് ആത്മാവ് നിത്യനരകത്തിൽ ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. ഞാൻ കിടക്കുന്നത് യാതനാ സ്ഥലത്തും എൻ്റെ സഹോദരന്മാർ ഭൂമിയിലും എൻ്റെ പടിപ്പുരയ്ക്ക് കിടന്ന ലാസർ ഇപ്പം സ്വർഗത്തിലുമാണെന്നുള്ള ബോധം ഉണ്ടാകുന്നത് അവിടെ ചെല്ലുമ്പോഴാണ്. ആ ബോധം അവിടെ ചെന്ന് ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ടാണ് വർഷാവർഷം ഈ ഗ്രൗണ്ടിൽ ഞങ്ങൾ കൺവെൻഷൻ നടത്തി ഈ കാര്യം വിളിച്ചു പറയുന്നത്. ഇത് ഭൂമിയാണ്, സ്വർഗം വേറെ, നരകം വേറെ. നരകമെന്ന് പറയുന്ന തട്ടകമൊന്ന് വേറെ, സ്വർഗമെന്ന് പറയുന്ന തട്ടകമൊന്ന് വേറെ, ഭൂമി എന്ന തട്ടകമൊന്ന് വേറെ. ഇത് മൂന്നിടത്താണെന്നുള്ള വിവരം ധനവാന് മനസ്സിലായത് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ യാതനാ സ്ഥലത്താണ്, ലാസർ അബ്രഹാമിൻ്റെ മടിയിൽ. അതുകൊണ്ട് അവനെ അവിടെ നിന്ന് എൻ്റെ സഹോദരന്മാരുടെ അരിയിലേക്ക് വിട്ട് അവിടെ പോയി സുവിശേഷ യോഗം നടത്തിയാൽ അവരെങ്കിലും ഇങ്ങോട്ട് വരാതിരിക്കുക. എന്നെ ആത്മഭാരമാണ് നോക്കണേ. പണ്ട് ഭൂമിയിൽ കൺവെൻഷൻ കേട്ടപ്പം നടന്നപ്പോൾ പോകാത്തവൻ, ട്രാക്ട് കൊടുത്തപ്പോൾ ചുരുട്ടിക്കൂട്ടി എറിഞ്ഞു കളഞ്ഞവൻ, യോഗത്തെ പാട്ട കൊട്ടി അലമ്പാക്കാൻ ശ്രമിച്ചവനാ. പക്ഷേ ഇപ്പം ചെന്നത് യാതനാ സ്ഥലത്താണ്. അവിടെ ചെന്നപ്പോൾ മനസ്സിലായി സ്വർഗവും നരകവും ഭൂമിയും എല്ലാം കൂടെ ഒരിടത്തല്ല, ഇത് പലയിടത്താണെന്നുള്ള കാര്യം. അത് നാട്ടുകാരോട് വ്യക്തമായി പാട്ടിലൂടെ പ്രസംഗത്തിലൂടെ ഞങ്ങൾ വിളിച്ചു പറയുകയാണ്. ഈ സ്ഥലത്ത് അനുഗ്രഹീതമായ ആ ഇടത്തെത്തിച്ചേരണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നിർവഹണം അതിപ്രധാനമാണ്. അവിടെ നിന്ന് സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഇറങ്ങി വരും. ചിന്തിച്ചോണം. അടുത്ത ഭാഗം ഞാൻ പറയുക, ശ്രദ്ധിച്ചു കേട്ടോണേ. കർത്താവ് സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമെന്ന് പറഞ്ഞാൽ അവിടെ ആഴത്തിൽ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. യഹൂദ മര്യാദ പ്രകാരം ഭൂമിയിൽ അടക്കം ചെയ്ത യേശു എങ്ങനെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരിക പഠിച്ചിട്ടുണ്ടോ? ഫിലിപ്പിയ ലേഖനം 3:20 സ്വർഗത്തിൽ നിന്നിറങ്ങി വരും, നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ വസ്തുത മനസ്സിലായിട്ടുണ്ടോ? 33 തിരുവയസ്സിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന ക്രിസ്തുവിനെ ഗത്സമനയിൽ നമുക്ക് വേണ്ടി പിടിക്കപ്പെടുകയും, ഗബ്ബഥായിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെടുകയും, ഗോൽഗോഥായിൽ നമുക്ക് വേണ്ടി തറയ്ക്കപ്പെട്ട പ്രാണനെ ഏൽപ്പിച്ചു കൊടുക്കുകയും, കല്ലറത്തോട്ടത്തിൽ അടയ്ക്കപ്പെട്ട് കല്ലുരുട്ടി വായ്ക്കൽ വെച്ച് ഇറങ്ങി വരാൻ നിർവാഹമില്ലാത്ത നിലയിൽ യഹൂദ മര്യാദ പ്രകാരം അവരടക്കം ചെയ്യുകയും ചെയ്ത ക്രിസ്തു എങ്ങനെയാ സ്വർഗത്തിൽ നിന്നിറങ്ങി വരിക? അവിടെ എഴുതിയിരിക്കുന്ന 2 അതിപ്രധാന ചിന്തയുണ്ട്. ക്രൈസ്തവ മാർഗത്തിൻ്റെ അതിപ്രധാനമായ 2 അനുഗ്രഹിത വിഷയം. 1, എൻ്റെ യേശുവിൻ്റെ പുനരുദ്ധാനമാണ്. 2, എൻ്റെ യേശുവിൻ്റെ സ്വർഗാരോഹണമാണ്. എത്ര പേർക്ക് ബോധ്യമായി ഞാൻ പറഞ്ഞ കാര്യം? സുവിശേഷത്തിൻ്റെ മഹത്തായിരിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. സുവിശേഷത്തിൻ്റെ മഹത്തായ കുറേ സംഭവങ്ങളെ ഞാൻ അക്കമിട്ട് പറയാം. എല്ലാവരും അത് അറിഞ്ഞിരിക്കണം. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ 6 പ്രധാന കാര്യങ്ങൾ, 6 പ്രധാന സംഭവങ്ങൾ, 6 ഈവൻസ് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റില്ല. മഹത്തായിരിക്കുന്ന 6 സംഭവങ്ങളുടെ ആകമാന തുകയാണ് സുവിശേഷ പ്രസംഗമെന്ന് പറയുന്നത്. ആ 6 സംഭവങ്ങൾ ഏതാ? 1, 2, 3, 4 അക്കമിട്ട് പഠിച്ചുകൊള്ളണം 6 കാര്യങ്ങൾ, കുറിച്ചുകൊള്ളണം 6 കാര്യങ്ങൾ. സുവിശേഷത്തിനകത്ത് അടക്കം ചെയ്തിട്ടുള്ള 6 കാര്യങ്ങൾ. 1, തിരുവവതാരമാണ്. ദ ഇൻകാർണേഷൻ ഓഫ് ജീസസ്. ഈ തിരുവവതാരം, ദൈവമായിരുന്നവൻ മാനവജാതിയുടെ പാപപരിഹാരത്തിന് വേണ്ടി ഇറങ്ങി വന്ന ആ അവതാരം, ദ വെർജിൻ ബർത്ത് എന്ന് പറയുന്ന കന്യകാ ജനനത്തിലൂടെ ഇവിടെ തിരുവവതാരം, തിരുപ്പിറവി വരാൻ പോവുകയാണ്. തിരുപ്പിറവിയുടെ സ്മരണയും അതിൻ്റെ ആഘോഷങ്ങളുമൊക്കെ. ഓക്കെ, അപ്പോൾ അതാണ് സുവിശേഷത്തിൻ്റെ 1ാമത്തെ സംഭവം, തിരുവവതാരം, ദ ഇൻകാർണേഷൻ. ഈ നക്ഷത്രവിളക്കും അതും ഇതുമെല്ലാം കൂടെ വെച്ച് ആഘോഷിക്കുമ്പം ദ എക്സലന്റ് റീസൺ ഫോർ ദ ഇൻകാർണേഷൻ, തിരുവവതാരത്തിൻ്റെ യഥാർത്ഥമായ കാരണങ്ങൾ എന്താണെന്ന് പഠിക്കാതെ ആ ക്രിസ്മസ് കൊണ്ടാടിയിട്ടൊന്നും കാര്യമില്ല. എക്സലന്റ് റീസൺ എന്താണെന്ന് നമ്മൾ പഠിച്ചേ പറ്റുകയുള്ളൂ. ഓക്കെ, അത് വിടുന്നു സമയമില്ലാത്തത് കൊണ്ട്. അപ്പം സുവിശേഷ സംഭവങ്ങളിൽ 1ാമത്തേത് തിരുവവതാരമാണ്. 2ാമത്തേത് പരമയാഗമാണ്. തിരുവവതാരം ചെയ്ത കർത്താവ് കാലത്തികമെങ്കിൽ നമുക്ക് വേണ്ടി പാർത്തലത്തിൽ പരമയാഗമായി മാറി. അതിനാണ് ഞാൻ 3 സ്ഥലങ്ങൾ പറഞ്ഞത്. ഗത്സമന, ഗബ്ബഥ, ഗോൽഗോഥ. ഈ 3 ഇടങ്ങളിലൂടെ യേശു കയറിയിറങ്ങിയപ്പോൾ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് പരമയാഗമെന്ന കർമ്മം നിർവഹിക്കുകയായിരുന്നു. 3ാമത്തെ സംഭവം പുനരുദ്ധാനമാണ്. പരമയാഗമായി തീർന്ന കർത്താവ് ചത്തുകെട്ടങ്ങനെ പോയില്ല. ഉലകമഹാന്മാരഖിലരും ഒരുപോലെ ഉറങ്ങി കല്ലറയിൽ കിടക്കുമ്പോൾ ആ കർത്താവ് നമുക്ക് വേണ്ടി അങ്ങനെ അങ്ങ് മരിച്ച ഒതുങ്ങി തീർന്നില്ല. കാലത്തിൽ വിലയം പ്രാപിച്ചില്ല. 1ാമത്തേത് തിരുവവതാരം ചെയ്തെങ്കിൽ 2ാമത്തേത് പരമയാഗമായി, 3ാമത്തേത് പുനരുദ്ധാനം പ്രാപിച്ചു. യേശു പുനരുദ്ധാനം പ്രാപിച്ചു എന്നതിൽ സന്തോഷമുള്ള എത്ര പേരുണ്ട്? എൻ്റെ കർത്താവ് പുനരുദ്ധാനം പ്രാപിച്ചില്ലായിരുന്നെങ്കിൽ യേശുവിനെ പ്രസംഗിക്കാൻ ഞാൻ ഇറങ്ങുമായിരുന്നില്ല. കാരണം എന്താ? ഉലകത്തിലെ വമ്പൻ താരങ്ങൾ, ദാർശനിക പ്രബോധകന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, ഉലകത്തിലെ വമ്പൻ ചക്രവർത്തിമാർ, ഉലകത്തിലെ വമ്പൻ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ വിരിഞ്ഞു നിന്ന പലരുമെല്ലാം ഇവിടെ വന്നിട്ടുണ്ടവർ, ഇവിടെ ചരിത്രം ചമച്ചിട്ടുണ്ടവരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്.
ഉണ്ട്. അവരുടെ കല്ലറയുടെ വായ്ക്കൽ അതിൻ്റെ മീതെ പാകി വെച്ചിരിക്കുന്നതായിരിക്കുന്ന ഒരു മാർബിൾ ശിലയുണ്ട്, മാർബിൾ ഫലകമുണ്ട്, അല്ലെങ്കിൽ വാർത്ത് ക്രമീകരിച്ച് വെച്ചിട്ടുള്ള ഒരു മേൽമൂടിയുണ്ട്. അതിൻ്റെ വട്ടം നിന്ന് അനുയായികൾ പുഷ്പാഞ്ജലികളും ബാഷ്പാഞ്ജലികളും അർപ്പിച്ചിട്ട് അടുത്ത വർഷം ഇതേ നേരത്ത് പിന്നെയും സമാധി സമയത്ത് ഞങ്ങൾ വരാം എന്ന് പറഞ്ഞ് കണ്ണുനീരോടെ ഇടവഴിയിലൂടെ ഇറങ്ങിപ്പോകുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ക്രൈസ്തവ ജനത മാത്രം അടഞ്ഞുകിടക്കുന്ന കല്ലറയുടെ വട്ടം നിന്ന് കരയുന്നവരല്ല, തുറന്ന കല്ലറയുടെ വാതിക്കൽ നിന്നുകൊണ്ട് ഹാ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ പാടുന്നവരാ. അതാണ് ക്രിസ്ത്യാനിത്വത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട് ഞാൻ പറയുന്നത്? അത് കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നത് വ്യക്തമായി തെളിയിക്കുന്നു. അതാ ഞാൻ പറഞ്ഞ പുനരുദ്ധാനം. നാലാമത്തെ സംഭവം സ്വർഗാരോഹണമാണ്. പുനരുദ്ധാനം പ്രാപിച്ചവൻ എന്തോ ചെയ്തു? സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. പുനരുദ്ധാനം പ്രാപിച്ചവൻ ഗതി കിട്ടാത്ത പ്രേതമായി അതുവഴി അലയുന്നില്ല. പകരം കർത്താവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഇപ്പോൾ അവൻ സ്വർഗത്തിലുണ്ട്. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനകാരൻ പറയുന്നത് ആ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? അപ്പം തിരുവവതാരം ചെയ്തവൻ പരമയാഗമായി, പരമയാഗം ചെയ്തവൻ പുനരുദ്ധാനം പ്രാപിച്ചു. ദ റിസറക്ഷൻ ഓഫ് ജീസസ്. ആ കർത്താവ് അസെൻഷൻ ഓഫ് ജീസസ്, യേശുവിൻ്റെ സ്വർഗാരോഹണം, സ്വർഗത്തിലേക്ക് അവൻ ആരോഹണം ചെയ്യപ്പെട്ടു. സുവിശേഷത്തിലെ അഞ്ചാമത്തെ സംഭവം കർത്താവിൻ്റെ വാഗ്ദത്ത നിവർത്തിയായി തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണ്ടി നൽകി എന്നുള്ളതാണ്. ദൈവസഭയെ തട്ടിത്തലോടി തഴുകി നടത്തിക്കൊണ്ട് പോകേണ്ടതിന് വഴി അതല്ല മകളെ, ഇതാ വഴി, മകനെ വഴി ഇതാണ്, അത് വേണ്ട ഇത് മതി എന്ന് പറഞ്ഞ് നമ്മെ സുഗമമായി നടത്തേണ്ടതിന് പരിശുദ്ധാത്മാവിനെ ഇങ്ങോട്ട് നൽകി തന്നിരിക്കുന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് കാര്യം? ആത്മാവിനാൽ നടത്തപ്പെടുന്നവരാ ദൈവസഭ. ഏതെങ്കിലും മനുഷ്യൻ്റെ ബുദ്ധിമണ്ഡലത്തിൽ ഉദയം ചെയ്ത ആശയങ്ങൾക്കനുസരിച്ചല്ല സഭ പോകേണ്ടത്, സംഘടന പോകേണ്ടത്, പ്രസ്ഥാനം പോകേണ്ടത്. ഇത് ജനസംഘ ശക്തിയൊന്നുമല്ലല്ലോ. ജനസംഘ ശക്തിയാണെങ്കിൽ ബുദ്ധിമാന്മാരുടെ തലച്ചോറിനകത്ത് രൂപപ്പെട്ട ആശയങ്ങൾക്കനുസരിച്ച് പോയാൽ മതി. പക്ഷേ സഭ ചലിക്കേണ്ടത് പരിശുദ്ധാത്മാവിന് അടിസ്ഥാനമായിരിക്കണം. പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും ബോധ്യമായി എന്ന് അപ്പോസ്തലന്മാർ പറയുന്നൊരു വാക്യമുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 15:28 വാക്യം. നിർണായക തീരുമാനങ്ങൾ പരിശുദ്ധാത്മാവിന് ബോധ്യമാകണം. അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് അപ്പോസ്തലന്മാർ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കർത്താവ് ഇങ്ങോട്ട് അയച്ചു. അതാണ് സുവിശേഷത്തിലെ അഞ്ചാമത്തെ സംഭവം. ഈ 5 കാര്യങ്ങൾ നിറവേറിയത് തിരുവവതാരം, പരമയാഗം, പുനരുദ്ധാനം, സ്വർഗാരോഹണം, പരിശുദ്ധാത്മാവിൻ്റെ അവരോഹണം. ഇത് സുവിശേഷത്തിലെ ഒളിമങ്ങാത്ത 5 മഹത്തായ സംഭവങ്ങൾ നിറവേറിയത്. ആറാമതൊരു സംഭവം സുവിശേഷത്തിൽ തിളക്കമാർന്ന നിലയിൽ പ്രത്യാശ പൂരിതമായിട്ടുണ്ട്. അത് യേശുവിൻ്റെ പുനരാഗമനമാണ്. അതിനെത്ര പേർക്ക് പ്രത്യാശയുണ്ട്? ഇന്നല്ലെങ്കിൽ നാളെ കാഹളം മുഴക്കി എൻ്റെ യേശു മടങ്ങി വരുമെന്നുള്ളത് നമ്മുടെ പ്രതീക്ഷയാണ്. മണ്ണാകുന്ന ഈ ദേഹം ഇവിടെ ഉപേക്ഷിച്ച് നമ്മൾ വിണ്ണിലേക്ക് പറക്കുന്നത് ഈ ദേഹത്തോടെയല്ല, മറ്റൊന്നിനോട് ആയിരിക്കും. അമർത്യതയുടെ നവയൗവനം പ്രാപിച്ച് നമ്മൾ കരേറിപ്പോകും. വാനഗോളങ്ങളെ താണ്ടി നമ്മൾ അപ്പുറം കടക്കും. പ്രത്യാശയോടെ നമ്മൾ പ്രതീക്ഷിക്കുന്നു, ഞാൻ നിങ്ങളെ കൊണ്ടുപോയി ഇരുത്താം എന്ന് പറഞ്ഞ് ആ വിലയേറിയ വാഗ്ദത്തം നിവർത്തിയാകും. സുവിശേഷത്തിൽ 6 മഹാസംഭവങ്ങൾ, അതിൽ 5 നിറവേറിയെങ്കിൽ 6ാമത് നിറവേറുമെന്ന് ഉറപ്പുള്ളവരെ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നതിലേക്ക് വരാം. ഫിലിപ്പിയ ലേഖനകാരൻ പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ തുടക്കം ആ പറഞ്ഞു വെച്ചെടുത്തുനിന്ന് തുടങ്ങട്ടെ. സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമെന്ന് പറയുമ്പോൾ അവിടെ എഴുതാതെ എഴുതിയിരിക്കുന്നൊരു വാചകം യേശുവിൻ്റെ പുനരുദ്ധാനമാണ്. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്ന് യേശു വരണമെങ്കിൽ ഇവിടെ നിന്ന് പുനരുദ്ധാനം പ്രാപിച്ച് സ്വർഗത്തിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ പുനരുദ്ധാനവും സ്വർഗാരോഹണവും, ഈ 2 കാര്യങ്ങൾ ഉറക്കപ്പറയുവാൻ പര്യാപ്തമായ ഒരൊറ്റ വാക്യമാണ് ഫിലിപ്പിയർ 3:20 വാക്യം. ബോധ്യമാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? പ്രിയമുള്ളവരെ, യേശു പുനരുദ്ധാനം ചെയ്തതാണ് ക്രൈസ്തവീകതയുടെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത്. ആ പുനരുദ്ധാനം തെളിയിക്കുന്നത് ക്രൈസ്തവ സഭയ്ക്ക് അടിസ്ഥാനമുണ്ടെന്നും അതിൽ വിശ്വസിക്കുന്നവർക്ക് നാളെ ഒരു പുനരുദ്ധാനം ഉണ്ടെന്നുമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പുനരുദ്ധാനത്തിൻ്റെ ശക്തി നമ്മൾ പ്രാപിക്കണം. വിശ്വാസ ജീവിതത്തിൽ മുൻപോട്ട് കുതിക്കുവാൻ നമുക്ക് വേണ്ടുന്ന ഇന്ധനം പറയുന്നത് റിസറക്ഷൻ പവറാണ്. മനസ്സിലാകുന്നുണ്ടോ? 2 വാക്യങ്ങൾ ഞാൻ തരാം. ഫിലിപ്പിയ ലേഖനത്തിൽ നിന്നൊരു വാക്യം, എഫെസ് ലേഖനത്തിൽ നിന്ന് മറ്റൊരു വാക്യം. 2 വാക്യങ്ങൾ വായിപ്പിക്കാൻ നേരമില്ല, വായിക്കാൻ മിടുപിടിക്കുക. ഒരു കുഞ്ഞ് ഞങ്ങളോടുകൂടെ വേദിയിലുണ്ട്. എല്ലാ വാക്യങ്ങളും വായിപ്പിക്കാൻ നേരമെടുക്കുന്നില്ല. 2 വാക്യങ്ങളെ നിങ്ങൾ കരുതിക്കൊള്ളണം, കുറിച്ചുകൊള്ളണം. 1ാമത്തെ വാക്യം എന്ന് പറയുന്നത് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യമാണ്. ഫിലിപ്പിയർ 3:10-11. എനിക്കറിയണമെന്ന് മാത്രമല്ല അനുഭവിച്ചറിയണം. എന്തൊക്കെയാ?
ക്രിസ്തുവിനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അനുഭവിച്ചറിയണം. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് പുനരുദ്ധാനത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയാൻ? ശരീരത്തിൽ ക്ഷീണമുണ്ട്, ബലക്ഷയമുണ്ട്, അവയവ വ്യവസ്ഥിതികളിൽ പലവിധ പോരാട്ടങ്ങളുണ്ടെന്നറിയാം. ഡയബറ്റിക്, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ അടക്കമുള്ളതുണ്ടാകാം. ഒരുപക്ഷെ ക്യാൻസറിൻ്റെ തുടക്കം, ട്യൂമറിൻ്റെ തുടക്കമൊക്കെ ഉണ്ടാകാം. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ശരീരമാണ് നമ്മുടേത്. പക്ഷേ ആ ശരീരത്തിലേക്ക് പുനരുദ്ധാനത്തിൻ്റെ ശക്തി വ്യാപരിച്ചാൽ നിങ്ങൾ പിന്നിലല്ല, നിങ്ങൾ മുൻപിൽ തന്നെ ആയിരിക്കും. ദൈവസഭയുടെ മുൻപോട്ടുള്ള കുതിപ്പിന് അനിവാര്യം പുനരുദ്ധാനത്തിൻ്റെ ശക്തിയാണ്. അതാ പൗലോസ് പറയുന്നത്, ആ ശക്തി എനിക്ക് അറിഞ്ഞ പോരാ, കേട്ടറിഞ്ഞ പോരാ, കണ്ടറിഞ്ഞ പോരാ, വായിച്ചറിഞ്ഞ പോരാ, എനിക്കത് അനുഭവിച്ചറിയണം. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് അനുഭവിച്ചറിയുവാൻ? മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ മുൻപോട്ട് വിടത്തില്ലെന്ന് വാദിച്ച് വെല്ലുവിളിയോടെ നിൽക്കുന്ന ചില പോരുകളെ പിന്നിലാക്കിക്കൊണ്ട് അതിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് മുൻപോട്ട് പോകണമെങ്കിൽ കീശയിലെ കാശിൻ്റെ കനം പോരാ, പകരം നമ്മിൽ വ്യാപരിക്കേണ്ട പുനരുദ്ധാനത്തിൻ്റെ ശക്തിയാണ്. ആ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയുടെ വാക്യം മറക്കരുത്. 3:10-11 വാക്യമാണ്. അവനെയും, അങ്ങനെ ആ വാക്യം തുടങ്ങുക, അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും എനിക്ക് അനുഭവിച്ചറിയണം. എന്നെ അമ്പർദാഹമാണ്. നോക്കിക്കേ, ആ ദാഹമുള്ള ദൈവമക്കൾ എത്ര പേരുണ്ട്? സമ്പാദിച്ച കാശിന് മീതെ പിന്നെ സമ്പാദിക്കണമെന്നും നാട്ടിൽ വിൽക്കാനുള്ള വസ്തുവെല്ലാം സ്വന്തം തണ്ടപ്പേരിൽ തീറാധാരം എഴുതി കിട്ടണമെന്നും ഒക്കെ നമ്മുടെ ആഗ്രഹം. പക്ഷേ ഒരു സുവിശേഷകൻ്റെ ആഗ്രഹം കേട്ടോ, എനിക്കവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയണം. അത് എഴുതി വെച്ച ഏതെങ്കിലും പുസ്തകം മനഃപ്പാഠമാക്കണമെന്നല്ല, എൻ്റെ ബലഹീനമായ ശരീരത്തിലേക്ക് ശക്തി ഒന്ന് പെയ്തിറങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നെ അമർച്ച ചെയ്യാൻ, എൻ്റെ ശുശ്രൂഷ ഇല്ലാതെയാക്കാൻ, എൻ്റെ ആരോഗ്യത്തെ ഇല്ലാതെയാക്കാൻ, എന്നെ ഒറ്റക്കടപ്പ് കിടത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന ചില അന്ധകാര പോരുകളുണ്ട്. എനിക്കതിനോട് സമരം ചെയ്യണം, എനിക്കതിനോട് യുദ്ധം ചെയ്യണം. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ജയം പ്രഖ്യാപനം ചെയ്യണം. അതിനെ പുനരുദ്ധാന ശക്തി എനിക്ക് അനിവാര്യമാണ്. വിശ്വസിക്കുന്നവരും ആ ശക്തി ആഗ്രഹിക്കുന്നവരും ആ ശക്തി നിങ്ങളുടെ മൺകൂടാരങ്ങളിലേക്ക്, നിങ്ങളുടെ അവയവ വ്യവസ്ഥിതികളിലേക്ക്, നാഡീ ഞരമ്പുകളിലേക്ക്, നിങ്ങളുടെ അസ്ഥി വ്യൂഹങ്ങളിലേക്കൊന്ന് വ്യാപരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഓൺലൈനിൽ ശ്രദ്ധിക്കുന്നവർ എത്ര പേരുണ്ട്? ഈ ശക്തിയുടെ വല്ലഭത്വം. നീ ജോലി ചെയ്യുന്ന ഇടത്തു നിന്ന് നിന്നെ പുകച്ച് പുറത്ത് ചാടിക്കുക, നിന്നെ പാക്കപ്പ് ചെയ്ത് നാട്ടിലേക്ക് പറഞ്ഞയക്കുക. നീ പാർക്കുന്ന ഇടത്ത് നിനക്ക് തൊന്തരവ് വരുത്താൻ കിണഞ്ഞു പരിശ്രമിക്കുന്ന ദുഷ്ടശക്തികളോട് എതിരിട്ട് നിൽക്കുവാൻ കേസ്, വഴക്ക്, ലോക്കപ്പ്, കോടതി, പോലീസ്, ഹൈക്കോടതി, സുപ്രീം കോടതി പോകുന്ന ഇടപാട് നിർത്തിയിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഈ ശക്തി വ്യാപരിക്കും നിന്റെ മേൽ. കുടുംബത്തിലേക്ക് പെയ്തിറങ്ങും ഈ ശക്തി. ചില വിഷയങ്ങളുടെ മേൽ ആ ശക്തി പ്രവർത്തിച്ചു തുടങ്ങും. ചില ഫയലുകൾ ആ ശക്തി കൈകാര്യം ചെയ്യും. ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുന്ന, നിന്റെ ഭാവി ബുദ്ധിമുട്ടിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ഈ ശക്തി വ്യാപരിക്കുമെന്ന് വിശ്വാസത്തോടെ ദൈവമക്കൾ ഏറ്റെടുത്താട്ടെ. വിശ്വാസത്തോടെ ആ ശക്തിക്ക് വേണ്ടി ഒന്ന് കൊതിച്ചാട്ടെ. അത് അകത്തേക്കൊന്ന് വ്യാപരിക്കപ്പെടാൻ. ഇതുവരെ ആയിരുന്ന ആത്മീയതയല്ല, 2023 ആണ്ടിൽ നിന്നെ ആഞ്ഞു പിടിച്ചതാ കൊണ്ടുപോകാൻ, നിന്റെ മീതെ കുഴിമാടം തീർക്കാൻ. പക്ഷേ അല്പമെങ്കിലും ശക്തി അവശേഷിച്ചത് കൊണ്ട് പ്രതിസന്ധികളെ അതിജീവിക്കാനിടയായത്. കൊറോണ ആഞ്ഞു പിടിച്ചതല്ലേ, വിട്ടുകൊടുക്കാത്ത ഒരുവനുണ്ടായിരുന്നു. ആ ശക്തി ഒന്നുകൂടെ വ്യാപരിപ്പിച്ചിട്ട് 24ന്റെ വെല്ലുവിളികളെ അതിജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ദൈവശക്തി ഇനിയും വേണമെന്ന് ആഗ്രഹിക്കുന്നവർ എല്ലാം മറന്ന് കർത്താവിനെ ഒന്ന് സ്തുതിക്കട്ടെ. ഈ പൊതു ഗ്രൗണ്ടിൽ ആ ശക്തിയുടെ വല്ലഭത്വത്തോടെ കർത്താവിനെ ഒന്ന് ആരാധിക്കട്ടെ. ജീസസ്, ഹല്ലേലൂയ. പൗലോസ് ആഗ്രഹിക്കുകയാണ് ആ ശക്തിയുടെ വല്ലഭത്വം, പുനരുത്ഥാനത്തിന്റെ ശക്തി. ഹല്ലേലൂയ. The power of resurrection. യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് സ്വർഗത്തിലെത്തിയതും അവിടുന്ന് വരുന്നതും. 2 വാക്യം തരാമെന്ന് ഞാൻ പറഞ്ഞു. ഒരു വാക്യമേ തന്നുള്ളൂ, ഫിലിപ്പിയർ 3:10-11. അടുത്തൊരു വാക്യം എഫെസ്യ ലേഖനം 1:19-20 ആ വാക്യം പഠിച്ചാൽ ഇന്ന് രാത്രി പോക്ക് നടക്കില്ല. അതുപോലെ വിശാലമാക്കേണ്ട ഒരു വാക്യമാണ് എഫെസ്യ ലേഖനം 1:19-20. 19 വാക്യം എന്താ പറയുക? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ എന്തോ ചെയ്യണം? അറിയണം.
എഫെസ്യ ലേഖനത്തിൽ അറിയണമെന്ന് പറയുമ്പോൾ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നു അനുഭവിച്ചറിയണം. ഹല്ലേലൂയ. അറിവുകൾ പല നിലകളിൽ അനുഭവിച്ചറിയുക എന്നുള്ളത് തന്നെ ഇവിടെ എഴുതി വെച്ചു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നൊരു ശാഖരി. ദൈവസഭയ്ക്കകത്ത് വന്ന് വെറുതെ കുത്തിയിരുന്ന് ഉറങ്ങുന്ന ഒരു വിശ്വാസിയായിട്ട് 2024 നീ പ്രവേശിക്കരുത്. ഉറക്കം തൂക്കവും മയക്കവും എല്ലാം ഉൾവലിഞ്ഞ് ചതഞ്ഞ് ഒടിഞ്ഞ് വളഞ്ഞെന്നും പറഞ്ഞൊരു മൂലയ്ക്ക് ഒതുങ്ങുന്ന ഇടപാട് മാറ്റിവെച്ചിട്ട് ആത്മശക്തിയോടെ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവോടെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യത്തെ മുൻപോട്ട് നയിക്കാൻ കഴിയുന്ന കാര്യത്തോടെ നിൽക്കാൻ ഒരു പുത്തൻ ശാക്തിയെ പ്രാപിച്ചു കൊള്ളണം. ഈ ആണ്ടിൻ്റെ അവസാന നിമിഷങ്ങളുടെ ആയതുകൊണ്ട് ഇങ്ങനെ സന്ദേശത്തെ ദൈവാത്മാവ് കൊണ്ടുവരുന്നത്. ഇതുവരെ വേണ്ടുന്ന പോലെ ദൈവസഭയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, സഭയിൽ ഒരു ഒറ്റ ആത്മാവിനെ പോലും കൊണ്ടുവരാൻ നിനക്ക് പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ദൈവാത്മാ പറയുക, ഈ ശക്തി ഒന്ന് ഏറ്റെടുക്കുക. ഏത് ശക്തി? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി. അത് ആളവറ്റ വലിപ്പമായി നമ്മിലേക്ക് വ്യാപരിക്കപ്പെടുകയാണ്. ആ ശക്തിയുടെ മഹത്വത്തെക്കുറിച്ച് പറയുന്നൊരു ക്ലൂ ഉണ്ട്. അത് 20-ാം വാക്യമാണ്. ശ്രദ്ധിച്ചു കേട്ടിട്ട് ആരാധിക്കാൻ ഞാൻ സമയം തരാം. 19-ാം വാക്യം പറയുന്നത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ ആളവറ്റ വലിപ്പം. നല്ല ഇംഗ്ലീഷ് ബൈബിളിൽ ആ വാക്യം കൊടുത്തിരിക്കുന്നത് ദ എക്സീഡിങ് ഗ്രേറ്റ് പവർ എന്നതാ. ദ എക്സീഡിങ് ഗ്രേറ്റ് പവർ എന്ന് പറഞ്ഞാൽ എന്തുവാണെന്നറിയാമോ? അടച്ചിട്ടിരിക്കുന്നതിനകത്തുനിന്ന് നിന്നെ പുറത്ത് കൊണ്ടുവരുന്നൊരു ശക്തി. പ്രൈസ് ദ ലോർഡ്. അടച്ച് പൂട്ടി വെച്ചിരിക്കുന്നതിനകത്തുനിന്ന് നിന്നെ പുറത്ത് കൊണ്ടുവരുമെന്ന്. അതാണ് 20-ാം വാക്യം. ആ ശക്തി ഏത്? ദ എക്സീഡിങ് ഗ്രേറ്റ് പവർ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. എത്ര സുന്ദരമാണ് അതിൻ്റെ ചിന്ത. ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ യഹൂദ മര്യാദ പ്രകാരം റൂമാല് കൊണ്ട് ശീലകൾ കൊണ്ട് നിർമ്മല ശീല കൊണ്ട് പൊതിഞ്ഞ് ആഖിലും മൂറുമെല്ലാം കൂടെയുള്ള വൈദ്യവിധി പ്രകാരമുള്ള ചൂർണങ്ങൾ പിന്നെ ചില കുഴമ്പുകളെല്ലാം കൂടെ മിക്സ് ചെയ്ത് ആ ശരീരത്തിൽ പൂശി അതിൻ്റെ മീതെ റൂമാല് കൊണ്ട് പൊതിഞ്ഞിങ്ങനെ പല ലെയറുകളാക്കി ക്രമീകരിച്ചിട്ട് അകത്തെ കല്ലറ കൊണ്ട് വെച്ചിട്ട് 8 ടൺ ഭാരമുള്ളൊരു കല്ലും കൂടെ ഉരുട്ടി വെച്ച് നെഞ്ചുവിരിപ്പുള്ള ചെറുപ്പക്കാരെ കാവല് നിർത്തി തച്ചിന് ശമ്പളം കൊടുത്തിട്ട് ഊരിപ്പിടിച്ച വാളും വെട്ടിത്തിളങ്ങുന്ന വായ്ത്തലയുള്ള വാളും പിടിച്ചുകൊണ്ട് നിക്കിയാമാര് സ്റ്റഡി ലൈക്ക് എ വടി പോലെ അറ്റൻഷനായി. അതിൻ്റെ കാരണം ശിഷ്യന്മാർ 11 പേരുണ്ട്. ഒരുത്തം പോയല്ലോ നാശയോഗ്യൻ. ബാക്കി 11 പേരുണ്ട്. വിദഗ്ധമായി വന്ന യേശുവിൻ്റെ ശരീരം മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റെന്ന് പ്രചരിപ്പിക്കുമെന്ന് പേടിച്ചാണ് ഈ പട്ടാളക്കാരെ നിർത്തിയിരിക്കുന്നത്. പക്ഷെ കേൾക്കണോ, ഈ എക്സീഡിങ് ഗ്രേറ്റ് പവർ കല്ലറയ്ക്കകത്തിരുന്ന് മരിച്ചുപോയ മൃതശരീരത്തിലേക്ക് വ്യാപരിച്ചപ്പോൾ അവൻ ശക്തിയോടെ പുറത്തു വന്നു. പുറത്തെ കാവൽ നിന്ന പട്ടാളക്കാർ സ്തംഭിച്ച് താഴെ വീണു. 8 ടൺ ഭാരമുള്ള കല്ല് ഉരുണ്ടു മാറി. അവൻ ഈ ശിഷ്യന്മാരിരുന്ന മുറിക്കകത്ത് വന്നിട്ട് അവർക്ക് സമാധാനം ഘോഷിച്ചു. എന്തോ മനസ്സിലായി ദൈവമക്കളെ. ഗ്രൗണ്ടിൽ തടിച്ചുകൂടിയിരിക്കുന്ന ജനത്തിന് എന്തോ മനസ്സിലായി. ഓൺലൈനിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എന്തോ മനസ്സിലായി. നിന്നെ അടച്ച് പൂട്ടി വെച്ചിരിക്കുന്നതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു ശക്തി ഉണ്ടെന്ന്. നീ ഇനി പുറത്തു വരത്തില്ല, നീ ഇനി രംഗത്ത് വരത്തില്ല, നീ ഇനി പാടത്തില്ല, നീ ഇനി പ്രസംഗിക്കത്തില്ല, നീ ഇനി പള്ളി പോകില്ല, നിനക്കൊരു നന്മയും ഉണ്ടാകുകയില്ല എന്നൊക്കെ പറഞ്ഞ് വ്യാമോഹിച്ച ദുഷ്ട ശക്തി ചെയ്തു കൂട്ടിയ സകല തന്ത്രമന്ത്രങ്ങളുടെയും കേട്ടുപൊട്ടിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന യേശുവിന്റെ നാമത്തിൽ ശക്തിയോടെ ആരാധിക്കുക. ഇന്ന് രാത്രി സമയം നോക്കേണ്ടത് 2023 അവസാനിക്കുന്നതിന് മുൻപുള്ള ചില ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ദൈവശക്തിയുടെ വ്യാപാരം അടച്ചു വെക്കാൻ ശ്രമിക്കുന്ന പോരുണ്ട് പുറകെ. അനി അടച്ച് നിന്നെ ഒതുക്കാൻ ശ്രമിക്കുന്ന ചില പോരുണ്ട്. നിന്റെ ഗർഭപാത്രത്തെ അടച്ചു വെക്കാൻ ശ്രമിക്കുന്ന കുഞ്ഞുപെങ്ങളെ, നിനക്കൊരു നന്മ ഉണ്ടാകാതിരിക്കുക. നിന്റെ ഗർഭപാത്രത്തെ അടയ്ക്കുന്ന ചില പോരുണ്ട് മോനെ. നിന്നെ പരിശോധിച്ച ഡോക്ടർ പറഞ്ഞ് നിനക്ക് കൗണ്ടിങ് കുറവാന്ന്, നിന്നെ കൊണ്ട് കഴിവില്ലെന്നാ പറഞ്ഞ്. പക്ഷെ നിന്നെ അടച്ചു വെച്ച മുറിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ മറ്റുള്ളവന്റെ മുമ്പിൽ നിന്റെ തല ഉയർത്തുന്ന ഹല്ലേലൂയ. വേണ്ടപ്പെട്ടവർക്കൊന്നും അകത്ത് കയറി ഒരു നോക്ക് കാണാൻ പറ്റാത്ത പരുവത്തിൽ ICUവിൻ്റെ ശീതീകരിച്ച അവസ്ഥയിൽ നിന്നെ അടച്ചു വച്ചിരിക്കുന്ന ചില രോഗബന്ധനങ്ങളുണ്ട്. അതിനകത്തു നിന്നെ പുറത്തു കൊണ്ടുവരും കർത്താവ്. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? അകത്ത് അടച്ചു വച്ചിരിക്കുന്നതിൽ നിന്ന് ചിലതിന് ഇടയിൽ നിന്ന്. എനിക്ക് പദമ ഭയങ്കര ഇഷ്ടം. ഇടയിൽ നിന്ന്. ഏതിനിടയിൽ നിന്ന്? മരിച്ചവരുടെ ഇടയിൽ നിന്ന്.
അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിക്കണം, നമ്മൾ മരിച്ച് പൊതിഞ്ഞു കെട്ടി വെച്ചേക്കല്ലോ, ജീവനോട് ഇരിക്കുകയല്ലേ. പക്ഷേ നമ്മൾ പലതിനും ഇടയില്ല, അറിയാമോ? അസൂയാലുക്കളുടെ ഇടയിൽ, നിന്റെ നന്മ കണ്ട് സന്തോഷിക്കാൻ കഴിയാത്തവരുടെ ഇടയിൽ, നിനക്ക് പാറ വയ്ക്കുന്നവരുടെ ഇടയിൽ, നിന്നെ മുൻപോട്ട് വിടാതെ വഴിതടഞ്ഞ് നിൽക്കുന്നവരുടെ ഇടയിൽ, നിനക്ക് മതിൽ പണിയുന്നവരുടെ ഇടയിലാണ് നീ. അതിനിടയിൽ നിന്ന് നിന്നെ പൊക്കുന്നൊരു ദൈവശക്തി ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ വ്യാപരിക്കുകയാണ്. ദൈവകൃപയുടെ ശക്തമായൊരു വ്യാപാരം. ദ എക്സീഡിങ് ഗ്രേറ്റ് പവർ, ദ മൈറ്റി പവർ, ദ എക്സലൻസി പവർ, ദ ഗ്രേറ്റ് പവർ. എത്ര പേര് ഏറ്റെടുക്കും? എത്ര പേര് ഏറ്റെടുക്കും? ഇന്ന് രാത്രി പൊതു ഗ്രൗണ്ടിലായിരിക്കുന്നെന്ന് ഓർക്കണ്ട. ഇന്ന് രാത്രി ഒരു ആരാധനയുടെ രാത്രിയാകട്ടെ. ഇന്ന് രാത്രി ശക്തമായി പ്രാപിക്കുന്ന രാത്രിയാകട്ടെ. 23 നീ വെല്ലുവിളിച്ചു, 23 നിന്നെ വെല്ലുവിളിച്ചു, നീ മുൻപോട്ട് പോകത്തില്ലെന്ന്, ഡിസംബർ നീ കാണത്തില്ലെന്ന് പറഞ്ഞ് പല ആവർത്തി തണുത്തു മരവിച്ച അവസ്ഥയിലേക്ക് മാറിപ്പോയിട്ടുണ്ട്, തീർന്നുപോയി എന്ന് കരുതിയതാ. പക്ഷെ നിന്നെ ഇന്നും മുൻപോട്ട് കൊണ്ടുവരുന്നത് സ്വന്തമായ കരുത്തല്ലെന്ന്, നീ കഴിച്ച ഗുളികയുടെയും മരുന്നിൻ്റെയും നീ കണ്ട ഡോക്ടറുടെയും മഹത്വമല്ല, നിന്നിൽ വ്യാപരിക്കുന്നൊരു ദൈവശക്തി ഉണ്ടായിരുന്നു. ആ ശക്തി ആദ്യം മഹത്തായതാ മോനെ. ശുശ്രൂഷയിൽ നിന്നെ ഉറപ്പിക്കാൻ കഴിയുന്ന, ശുശ്രൂഷയിൽ നിന്നെ ഉറപ്പിക്കാൻ കഴിയുന്ന, മറവിക്കാരുടെ കൂട്ടത്തിൽ നിന്നെ പൊക്കാൻ കഴിയുന്ന, നിന്റെ ബുദ്ധിമണ്ഡലത്തെ പ്രകാശിപ്പിക്കാൻ കഴിയുന്ന മക്കളെ, കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ച്, വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ച്, നിന്റെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ നിന്നെ പൊക്കാൻ കഴിയുന്ന ഒരു ദൈവശക്തി ഉണ്ടെന്ന്. യെസ്, നീ പുറകിലല്ല, നീ തോറ്റ് തുന്നം പാടിയ പഴയ ബെഞ്ചിലല്ല, നിന്നെ ഉയർത്താൻ കഴിയുന്ന ഒരു ദൈവശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പിശാചിന്റെ സകലവിധമായ തേർവാഴ്ചകളെയും അവസാനിപ്പിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു പുനരുത്ഥാന ശക്തി. ശുശ്രൂഷകന്റെ മുമ്പിൽ ഒരു വര വരച്ചിട്ടിട്ട് ഇതിനപ്പുറം നീ കയറാൻ പാടില്ലെന്ന് പറയുന്ന ചില വല്ലാത്ത താക്കീതുകളുണ്ട്, വല്ലാത്ത ചില ശകാരങ്ങളുണ്ട്. നീ പ്രസംഗിച്ചത് മാതി, നീ ശുശ്രൂഷിച്ചത് മാതി, ദേശം വിട്ടു പൊക്കോണം, ഇങ്ങനൊക്കെ ഗർജിക്കുന്ന ചില വല്ലാത്ത പോരുകളുണ്ട്. അഭിഷേകത്തിൻ്റെ ശക്തി പ്രാപിച്ചവനെ വരം മായ്ച്ചു കളയുക ഇന്ന് രാത്രി. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിന്റെ മുമ്പിൽ വരച്ച ചില ആദരൻ്റെ വരം മായ്ച്ചു കളയുക, നിന്റെ മുമ്പിൽ കെട്ടിയ ചില മതിൽക്കെട്ടുകളെ നീ പൊട്ടിച്ച് മുൻപോട്ട് കയറുകയാണ് ശക്തിയോടെ, ശക്തിയോടെ, ശക്തിയോടെ. ഹല്ലേലൂയ. ആത്മാവിന് ശരീരത്തെ ഒന്ന് വിട്ടുകൊടുത്ത് ആരാധിച്ച് കൺവെൻഷൻ ആരാധിക്കുന്നൊരു നല്ല കാര്യമാണെന്ന് നാട്ടുകാർ കാണട്ടെ, നിന്നോട് കൂടെ പഠിച്ചവർ കാണട്ടെ, നിന്നിൽ വ്യാപരിക്കുന്നൊരു ദൈവശക്തിയുടെ മഹത്വം അവർ കാണട്ടെ. യെസ്, പരാധീനതയെ ഭംഗം പറഞ്ഞ് നിൽക്കണ്ട. ആത്മശക്തിയുടെ വല്ലഭത്വം, പുനരുത്ഥാനത്തിൻ ശക്തി. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 3:10-11 വാക്യം, എഫെസ് ലേഖനം 1:19-20 വാക്യം. ഇത് രണ്ടും മറന്നു പോകരുത്. ഈ ശക്തിയാണ് പുനരുത്ഥാനം ചെയ്യിച്ച കർത്താവിനെ സ്വർഗത്തിലെത്തിച്ചത്. ആമേൻ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പുനരുത്ഥാനം ഉണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് പുനരുത്ഥാനം ഉണ്ടെന്ന്? കഴിഞ്ഞ വർഷം പുനരുത്ഥാനം പ്രാപിക്കാനുള്ള യോഗ്യതകളൊക്കെ ഞാൻ പ്രസംഗിച്ചതാണ്. ഓർമ്മയുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ഓർമ്മ ഇല്ലാതിരിക്കുന്ന ഞങ്ങൾക്കൊരു സന്തോഷം, പിന്നെ അത് പ്രസംഗിക്കാമല്ലോ. അതേതാണ്ട് പകുതി ആയിക്കും ഇത് കേട്ടതായിട്ട് തോന്നുന്നുണ്ടല്ലോ എന്ന് പകുതി കഴിയുമ്പോഴാണ്, അപ്പോഴത്തേക്ക് ഞങ്ങൾ വണ്ടി കയറും. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, കഴിഞ്ഞ വർഷം എനിക്ക് ഓർമ്മയുണ്ട്, ദൈവദാസന്മാർ പറഞ്ഞപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. പുനരുത്ഥാനം പ്രാപിക്കാൻ കുഴിമാടം തോണ്ടി നിന്നെ പുറത്തു കൊണ്ടുവരാനുള്ള യോഗ്യത എന്താണെന്നുള്ളത്. എത്ര ആഴത്തിൽ കുഴിച്ചിട്ടാലും, കത്തിച്ച് ചാമ്പലാക്കിയാലും, വെള്ളത്തിൽ ഒഴുക്കി വിട്ടാലും കർത്താവിൻ്റെ കാഹളം കേൾക്കുമ്പോൾ നമ്മൾ ഉയർത്തു വരും. ആ പ്രത്യാശ നമുക്ക് മാത്രമേ ഉള്ളൂ. യേശു പുനരുത്ഥാനം പ്രാപിച്ചത് കൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു നമുക്കൊരു പുനരുത്ഥാനമുണ്ട്. ഇനി പുനരുത്ഥാനം പ്രാപിച്ച യേശു ഗതി കിട്ടാത്ത പ്രേതമായിട്ട് ഭൂമിയിൽ അങ്ങിങ്ങോ അലയുകയായിരുന്നില്ല, ആണോ? ഏതോ ഒരു കത്തനാർ, ഏതോ ഒരു പാസ്റ്റർ, ഏതോ ഒരു പാതിരി, ഏതോ ഒരു പൂജാരി യേശുവിനെ ആവാഹിച്ച് കുപ്പിയിലാക്കി അടച്ച്, മനസ്സിലായോ? മായാവിയെ പിടിച്ച് കുട്ടൂസനും ഡാഗിനിയും കൂടെ കുപ്പിയിലാക്കുന്നത് പോലെ, മനസ്സിലായോ? യേശുവിൻ്റെ ആത്മാവിനെ അങ്ങനെ കുപ്പിയിലാക്കുകയോ പള്ളിയുടെ ആൾത്താരയിൽ ആണിയടിച്ച് ഉറപ്പിച്ച് വയ്ക്കുകയോ ചെയ്യുകയായിരുന്നില്ല. 40 ദിവസം അവൻ ഭൂമിയിലുണ്ടായിരുന്നു. പുനരുത്ഥാന ശേഷം 40 ദിവസം ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഏക തെളിവ് അപ്പോസ്തലപ്രവൃത്തി 1:2-3 വാക്യങ്ങളാണ്. 40 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം 40 ദിവസം കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, പിതാവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. കണ്ടോ? അങ്ങോട്ട് കയറിപ്പോകുമ്പോൾ ദൂതന്മാർ പറയുന്നു, നോക്കിക്കൊണ്ട് നിൽക്കുന്ന ശിഷ്യന്മാരോട് പറയുക, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത
സ്വർഗാരോഹണം എന്ന് പറയുന്ന ഒരു പദം അവിടെയാണുള്ളത്. അപ്പോസ്തലപ്രവൃത്തി 1:11 സ്വർഗാരോഹണം ചെയ്ത ഈ യേശു പോയതുപോലെ എന്തോ ചെയ്യും, മടങ്ങി വരും. അപ്പോൾ നമുക്കൊരു പുനരുത്ഥാനമുണ്ട്. പുനരുത്ഥാനം കഴിഞ്ഞാൽ നമ്മൾ ഇതുവഴി അലയുകയല്ല, നമ്മൾ കർത്താവ് കയറിപ്പോയതുപോലെ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെടും. വിശ്വസിക്കുന്ന ദൈവമക്കൾ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എനിക്കനുവദിച്ച സമയം അതിൻ്റെ കൂട്ടിലെത്താൻ നേരമായതുകൊണ്ട് ഞാൻ വേഗം മുൻപോട്ട് പോകാം. അപ്പോൾ പുനരുത്ഥാനം പ്രാപിച്ച കർത്താവ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് പൊങ്ങിയതുപോലെ നമ്മൾ ഈ ശക്തിയെ പ്രാപിക്കുമ്പോൾ, പൗലോസ് ജീവനോട് ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കുകയാണ്, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി എനിക്ക് അനുഭവിച്ചറിയണം. അതകത്ത് കിട്ടിയ ഒരു വ്യക്തി അടച്ചു വെക്കാൻ ഒരു ദുഷ്ടശക്തിക്കും ആവത്തില്ല. തച്ചിന് കുത്തിയിരുന്ന മന്ത്രവാദം നിൻ്റെ പേരുകൂട്ടി ചെയ്യുന്ന ഒട്ടനവധി കൊടിയ മന്ത്രവാദികളുണ്ട്. അവൻ ഒരു പണി നടക്കത്തില്ല. തൻ്റെ ഇടത്തോടെ പറയണം, എന്നിൽ വ്യാപരിക്കുന്ന സാധാ ശക്തിയല്ല, പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാണ്. എത്ര പേർക്ക് ധൈര്യമുണ്ട് ഇന്ന് രാത്രിയിൽ അത് പ്രാപിച്ച് മടങ്ങാവും? 3-ാമത്തെ ദിവസമായി ഇത് കേൾക്കുന്നത്, 3-ാമത്തെ ദിവസമാണ് പുനരുത്ഥാനം. അതുകൊണ്ട് പുനരുത്ഥാനത്തിൻ്റെ ശക്തിയുടെ വല്ലഭത്വത്തെക്കുറിച്ച്, അതിൻ്റെ ഉണ്മയെക്കുറിച്ച്, അതിൻ്റെ ഔന്നത്യത്തെക്കുറിച്ച്, അതിൻ്റെ ഉത്തുംഗ പ്രതാപത്തെക്കുറിച്ച് ആഴത്തിൽ അറിഞ്ഞിട്ട് ആ പ്രൗഢിയോടെ ജീവിക്കണം. മനസ്സിലായോ? ആ പദവിയോടെ ജീവിക്കണം. ദുഷ്ടപിശാചിനോട് പറയണം, അടങ്ങെന്ന് പറയാൻ കഴിയണം. ദൈവമക്കളോട് ഞാനൊരു കാര്യം പറയാം. ഞാനിങ്ങനെ പറഞ്ഞെന്ന് വേറെ ആരോടും പറയരുത്. അഥവാ പറഞ്ഞ് അവരോട് പറയണം, വേറെ ആരോടും പറയരുത്. രഹസ്യമായിട്ടൊരു കാര്യം പറയാം. പിന്നെ രഹസ്യം പറയാൻ പറ്റിയ സാധനമാണല്ലോ മൈക്രോഫോൺ. അത് തന്നെയല്ല, 5-6 ക്യാമറയും വെച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ രഹസ്യമായിട്ട് തന്നെ ഇത് പറയാൻ പറ്റുള്ളൂ. എന്നാലും പറയുക, ദൈവമക്കൾ കേട്ടോണം. ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി പ്രാപിച്ച നമ്മൾ പിശാചിനെ ശാസിക്കാൻ ആരും വാടകയ്ക്ക് വിളിക്കേണ്ട കാര്യമില്ല. എത്ര പേർക്ക് സ്വോത്രം പറയാൻ പറ്റും? വിശ്വാസി അംഗമായിരിക്കുന്ന സ്ഥലം സഭയിലെ പാസ്റ്ററോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. പാസ്റ്ററെ, കൃപയുള്ളൊരു ദൈവദാസൻ്റെ നമ്പർ തരാവൂന്ന്. ആരോടാ ചോദിക്കുന്നത്? സ്ഥലം സഭ പാസ്റ്ററോടാ. അതിൻ്റെ അർത്ഥം എന്തുവാ? പുള്ളിക്ക് വലിയ കൃപയൊന്നും. എന്നെ വിദഗ്ധമായിട്ടാണ് ഇവരൊക്കെ നമ്മളെ ക്രൂശിക്കുന്നതെന്നറിയാമോ? കൃപയുള്ളൊരു ദൈവദാസൻ്റെ നമ്പർ തരാമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്നാ ഇല്ലെന്നാ? കൃപയൊന്നുമില്ല. അതുകൊണ്ട് പാസ് തന്നെ കൊടുക്കണം. എന്തിന്? കൃപയുള്ളൊരു ദൈവദാസൻ നമ്പർ. ആ കൃപയുള്ള ദൈവദാസൻ നമ്പർ വാങ്ങിക്കുന്നത് എന്തിനാണെന്നറിയാമോ? വീട്ടിലെ പോരാട്ടത്തെ ശാസിക്കാനാണ്. ഞാൻ ചോദിക്കുന്നു, നിന്നിൽ വ്യാപരിക്കുന്ന കൃപ എന്തിയേ? നമ്മിൽ വ്യാപരിച്ച ദൈവകൃപ എന്തിയേ? ഇത് ചിലർക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്ത് കൊടുത്തിട്ടുള്ളതല്ല. വിശുദ്ധ ജീവിതം നയിക്കുന്ന നമ്മിലേക്ക് വ്യാപരിപ്പിക്കപ്പെടുന്ന ഒന്നാ പുനരുത്ഥാനത്തിൻ്റെ ശക്തി. പൗലോസ് പറയുന്നു, എനിക്ക് നിന്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയണം. അങ്ങനെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയും കൊണ്ട് പ്രേക്ഷിത പ്രയാണത്തിന് ഇറങ്ങിയത്. സെലൂക്കിൽ ചെന്നപ്പോൾ അവിടുത്തെ സെർഗ്യോസ് പൗലോസ് എന്ന് പറയുന്ന ഒരു ഭയങ്കര ഗവർണറുണ്ട്. അവിടുത്തെ ദേശാധിപതി എന്നൊക്കെ നമ്മൾ പറയുന്നത് പിശാചിനെയാണ്. പക്ഷേ വേദോസത്തിൽ പറഞ്ഞിരിക്കുന്ന ദേശാധിപതി ഗവർണറാണ്. അറിയാമോ? ഒരു പ്രവിശ്യയുടെ മുഴുവൻ അധികാരിയെയാണ് ദേശാധിപതി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ദേശാധിപതിയുടെ പോരാട്ടം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ശീലിച്ചു പോയി. വേദപുസ്തകം ദേശാധിപതി എന്ന് പറയുന്നത് ആ പ്രവിശ്യയുടെ മുഴുവൻ ഉത്തരവാദിത്വപ്പെട്ട ഭരണാധികാരിയാണ്. അപ്പോൾ പൗലോസ് എന്ന് പറയുന്ന പ്രസംഗകനെ കുറിച്ച് അദ്ദേഹം കേട്ടപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു. തൻ്റെ കോൺഫറൻസ് ഹാളിൽ ഒരു മീറ്റിംഗ് തയ്യാറാക്കി. അവിടുത്തെ പാട്ടുകാരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പോൾസം കണ്ണൂരൊക്കെ അതുപോലുള്ള വല്ല ഗായകരുണ്ടോയെന്നൊന്നും അറിയത്തില്ല. ഏതായാലും പൗലോസാണ് മുഖ്യ പ്രസംഗകൻ. അവിടെ എത്തി പാട്ടും പരിപാടിയൊക്കെ കാണും. ഒടുവിൽ പൗലോസിൻ്റെ പ്രസംഗം വളരെ താല്പര്യത്തോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഗവർണർ. ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തെ വിചാര പ്രകടനങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി, ഒരു മന്ത്രവാദം കുലത്തൊഴിലായി ചെയ്യുന്ന ഒരുവനുണ്ട്. അവൻ്റെ പേര് ബർയേഷ്. എലിമാസ് എന്ന വിദ്വാൻ എന്ന അവനെ നാട്ടിൽ അറിയപ്പെടുക. അവനെ നാട്ടിൻ്റെ ഒരു കിടിലമാണ്. അറിയാമോ? ഓക്കെ, മന്ത്രവാദി കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഔദ്യോഗിക തൊഴിലുള്ളത് ഈ ഗവർണറുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. അപ്പോൾ ഈ പ്രൈവറ്റ് സെക്രട്ടറി സത്യത്തിൽ പൗലോസിൻ്റെ പ്രസംഗമല്ല കേൾക്കുന്നത്, അദ്ദേഹത്തിൻ്റെ മുതലാളിയായ ഈ ഗവർണറെയാണ് നോക്കുക. ഗവർണറെ നോക്കിയപ്പോൾ അദ്ദേഹം പ്രസംഗം കേട്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക. ഇപ്പോൾ അദ്ദേഹം പെന്തക്കോസ്തിലാകുമെന്ന് ഈ മന്ത്രവാദിക്ക് തോന്നി. കാരണം ആ മുഖത്തെ ഭാവം കണ്ടപ്പം ഈ പറയുന്നത് മുഴുവനും നിരുപാധികം ഗവർണർ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് വല്ലാത്തൊരു സംശയം തോന്നി. ഈ പുള്ളി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ മന്ത്രവാദം കൊണ്ട് പുള്ളിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് പിന്നെ കൂടാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്തോ ഇതെന്നറിയാമോ, പ്രസംഗം ഇങ്ങനെ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് വന്നപ്പോൾ ഈ മന്ത്രവാദി ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഉപദേശി നിർത്ത്, ഇത്ര മതി, പിന്നീട് അവസരമുള്ളപ്പോൾ ഞങ്ങൾ വിളിക്കാം. സാറിനെയും കൊണ്ട് എനിക്ക് അത്യാവശ്യം ഒരു ഉദ്ഘാടന സമ്മേളനത്തിന് പോകാനുള്ളതാണ്. സാർ അത് മറന്ന് നിങ്ങളുടെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇപ്പം നിർത്തി, പിന്നെ ഞങ്ങൾ വിളിക്കുമ്പോൾ വന്നാൽ മതി. സത്യം പറയാം, ഞങ്ങൾ ആരായാലും എന്നാ ഇത് തന്നെ പാസ് പറ.
നമ്മുടെ പോക്കറ്റിൽ ഒരു വിസിറ്റിംഗ് കാർഡും എടുത്ത് കൊടുത്തിട്ട്, സാറേ അതിനകത്ത് 2-3 നമ്പറുണ്ട്, അതിനകത്ത് ടിക്കറ്റ് നമ്പറാണ് ഇപ്പോൾ വിളിച്ചാൽ കിട്ടുന്നത് കേട്ടോ, അതുകൊണ്ട് അതിനകത്ത് വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ് അന്നേരം നമ്മളവിടെ പോകത്തേ ഉള്ളൂ. കാരണം ഗവർണറെ നമ്മൾ മടിപ്പിക്കത്തില്ല, വെറുപ്പിക്കത്തില്ല. പക്ഷേ പൗലോസ് ചെയ്തത് എന്താണെന്നറിയാമോ? പുനരുത്ഥാനത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയാൻ അകത്ത് വ്യാപരിക്കപ്പെട്ട് ആ പൗലോസിന് കാര്യം ആത്മീകമായി മനസ്സിലായി. ഇത് ഉദ്ഘാടന സമ്മേളനത്തിന് പോകാനൊന്നുമല്ല, ഇത് പിശാചിൻ്റെ തന്ത്രമാണ്. ഈ മന്ത്രവാദിയിൽ വ്യാപരിക്കുന്ന പിശാചാണ് പ്രസംഗത്തെ തടയുന്നത്. ഈ ഗവർണർ അല്പസമയം കൂടെ കേട്ടാൽ അദ്ദേഹം കൈ ഉയർത്തി കരഞ്ഞുകൊണ്ട് പാപബോധത്തോടെ ദൈവസന്നിധിയിലേക്ക് നിലവിളിച്ചുകൊണ്ട് മുട്ടുകുത്തും എന്നറിയാം. അതറിയാവുന്ന പിശാച് മന്ത്രവാദിയെ ഉണർത്തിയതാണ്. മനസ്സിലായില്ലേ? ആ മന്ത്രവാദിയുടെ ആ തന്ത്രത്തെ പുനരുത്ഥാന ശക്തി അകത്ത് പ്രാപിച്ച പൗലോസ് മനസ്സിലാക്കിയിട്ട് പ്രസംഗം അങ്ങോട്ട് നിർത്തിയിട്ട മന്ത്രവാദിയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊട്ടൊരു ഒറ്റ ആക്രോശം, സകല കപടവും ധൂർത്ത് നിറഞ്ഞ പിശാചിന്റെ മകനെ, സർവനീതിയുടെയും ശത്രുവേ, ദൈവത്തിൻ്റെ നീതിപ്രവർത്തികളെ മറിച്ചു കളയുന്നത് മതിയാക്കത്തില്ലയോ? അതങ്ങ് യേശുവിൻ്റെ നാമത്തിൽ ഒറ്റ ഗർജനം. മനസ്സിലായോ? അതാ ഞാൻ പറഞ്ഞത്, നീ പ്രാപിച്ച ശക്തി ഉള്ളിലുള്ളിടത്തോളം ശാസിക്കാൻ വേറൊരുത്തനെ വാടകയ്ക്ക് വിളിക്കരുത്. എത്ര പേർക്ക് സ്വതന്ത്രം പറയാൻ പറ്റും? നമ്മിൽ വ്യാപരിക്കുന്ന പുനരുത്ഥാനത്തിൻ്റെ ശക്തി പിശാചിനോട് എതിർത്ത് നിൽക്കാനാ, അവൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അവനെ തുരത്താൻ വേണ്ടിയാ. എത്ര പേര് ഏറ്റെടുക്കും ഇന്ന് രാത്രി? എത്ര പേര് ആ ശക്തി ഒന്ന് പുതുക്കി പ്രാപിക്കും? ഒരു വ്യക്തിയുടെ സഹായം തരേണ്ട കാര്യമില്ല. നീ പ്രാപിച്ച അഭിഷേകം പാട്ടിൻ്റെ താളത്തിനോ തന്യഭാഷ പറയാൻ മാത്രമല്ലെന്ന്, അന്ധകാരത്തിൻ്റെ പോരുകളോട് ചെറുത്ത് നിൽക്കാനാ. ഏതൊക്കെ നിന്റെ തന്ത്രം എന്ന് പറയാൻ, ആത്തെങ്ങെന്ന് പറയാൻ. സ്വതന്ത്രം. പക്ഷേ അതിനൊരു കാര്യം കൂടെ ഞാൻ പറയും, ഉപദേശം കൂടെ പറയാം. ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വതന്ത്രം പറയാം, ഹല്ലേലൂയ പറയാൻ ഭയങ്കര ആവേശം. ഉപദേശം കൂടെ കേൾക്കുമ്പോൾ സ്വതന്ത്രം പറയണം. ഈ സാത്താനോട് ഇങ്ങനെ ആക്രോശിക്കണമെങ്കിൽ ജീവിതം വിശുദ്ധമാകണം. അല്ല ചുമ്മാതെ പഠിച്ച പണിയൊന്നും പറ്റിയാൽ നടക്കത്തില്ല, അറിയാമോ? ജീവിതം വിശുദ്ധമാകണം. കാത്തിരിപ്പത്തിന് ഉറഞ്ഞു തുള്ളുക ഒരു സഹോദരി, പിശാചിളകി മുടിയൊക്കെ അഴിച്ചിട്ട് ഇരിക്കാൻ കൊടുത്ത കസേരയൊക്കെ വലിച്ച്, കസേരയൊക്കെ പട്ടം പറക്കുന്ന പോലെ പറക്കുക. എല്ലാവരും ഓടി മാറി ഇങ്ങനെ വട്ടത്തിൽ നിൽക്കുക, പശുവും പുലിയും ഓണത്തിന് കളിക്കുന്ന പോലെ എല്ലാവരും കൂടെ വട്ടം നിൽക്കുക. നടുക്ക് വിളി കിടന്ന് ഇങ്ങനെ അങ്ങ് പെരുമാറുക. മനസ്സിലായോ? ആരും അടുക്കുന്നില്ല, ഭയങ്കരം. അതോ അല്പം ആരോഗ്യം കൂടെ ഉള്ളൊരു സഹോദരിയാണ്, പിശാചും കൂടെ കയറി ബാധിക്കപ്പെട്ടപ്പോൾ ഇവള് കാണിക്കുന്ന പ്രകടനം കണ്ട് എല്ലാവരും പേടിച്ച് മാറി നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പം ഗസ്റ്റായിട്ട് വന്ന പാസ്റ്റർക്കൊരു സന്തോഷം തോന്നി. എല്ലാവരുടെയും മുമ്പിൽ തൻ്റെ ആളത്വം ഒന്ന് കാണിക്കാൻ പറ്റിയൊരവസരമാണ്. പുള്ളി അങ്ങോട്ട് അടുക്കാൻ തുടങ്ങിയപ്പം സ്ഥലം സഭ പാസ്റ്റർ യുബയെ പിടിച്ച് വലിച്ചവിടെ നിർത്തി. നിൽക്കി പാസ്റ്റർ, ഇപ്പം അങ്ങോട്ട് പോകരുത്, ഇപ്പം അത് ഇളക്കണ്ട, അത് അല്പം കൂടെ പ്രകടനം കാണിച്ചിട്ട് അങ്ങ് ശാന്തമായിക്കോളും, നമുക്ക് യോഗം കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ അതിനെ ഇളക്കാൻ പോയാൽ സംഭവം ആകപ്പെടെ കുഴപ്പം, അത് ഇച്ചിരി പ്രശ്നമാണ്. സ്ഥലം സഭ പാസ്റ്റർക്കല്ലേ കാര്യങ്ങൾ അറിയത്തുള്ളൂ. അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഇപ്പം തന്നെ തുരത്തിയേക്കാന്നൊക്കെ പറഞ്ഞ് പുള്ളി അങ്ങോട്ട് ചെന്നിട്ട് അവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകളും കൂടെ കേൾക്കുകയോ ഇടിവെട്ടുന്ന പോലെ ഒറ്റ ശബ്ദത്തിൽ ചോദിച്ചു, നീ ആരാ? എവിടെ നിന്ന് വരുന്നു? ആരാ ഇങ്ങോട്ട് വിട്ടേ? ഒറ്റ 5-6 ചോദ്യം പടപടപടപടാന്ന്. ഇത് കേട്ട ജനമെല്ലാം കൂടെ നടുങ്ങിപ്പോയി. അപ്പോൾ അവർ ചിന്തിച്ചു, ഓ ഭയങ്കര കൃപയാ, പുള്ളി ഇപ്പം തന്നെ അതിനെ തകർക്കും. ഇദ്ദേഹം സർവശക്തി എടുത്ത് കണ്ടനാളത്തിലെ ശക്തിയെല്ലാം കൂടെ ആവാഹിച്ചിട്ട് നീ ആരാ, ഏതാ, എങ്ങനാന്നൊക്കെ ചോദിച്ചപ്പോൾ മുടി ഇങ്ങനെ മുമ്പോട്ട് അഴിച്ചിട്ടിട്ട് വല്ലാത്ത ഭാവത്തിൽ നിൽക്കുന്ന അവളെ മുടി ഇങ്ങനെ അങ്ങോട്ട് മാറ്റിയിട്ട് കൂസലില്ലാതെ ചോദിച്ചു, ആ എന്നാ? പുള്ളി ചോദിച്ച ചോദ്യം എന്നൊക്കെ പറഞ്ഞ നാട് കിടുങ്ങുന്നൊരു ചോദ്യമാണ്. പക്ഷേ അവൾ വളരെ നിസ്സാരമായിട്ട് ചോദിച്ചു, ആ എന്നാ? അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി സംഗതി വാക്കുകിടന്ന്. പുള്ളി പറഞ്ഞു, ഓ ചുമ്മാ ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ, വെറുതെ ലോഹ്യം ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. ഈ പണിക്കൊന്നും പോകാതിരിക്കണമെങ്കിൽ ജീവിതം വിശുദ്ധമാകണം. മണ്ണിൻ്റെ കറ പറ്റരുത്, പെണ്ണിൻ്റെ കറ പറ്റരുത്, ആണിൻ്റെ കറ പറ്റരുത്, നാണയത്തിൻ്റെ കറ പറ്റരുത്. അവിഹിതമായ ഒരിടപാടുമില്ലാതെ ജീവിതത്തെ സൂക്ഷിക്കാൻ പറ്റിയാൽ പിശാച് നിന്റെ വിരൽ ചൂണ്ടിനകത്ത് നിൽക്കും. അന്ധകാര ശക്തി തോറ്റ് തുന്നം പാടും. പുനരുത്ഥാനത്തിൻ്റെ ശക്തി വലിയ കാര്യഗൗരവമായി പ്രവർത്തിക്കാനിടയാകും. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്ക്. വെട്ടിമാറ്റിയതും താട്ടിയെടുത്തതും വാട്ടിപ്പലിശയ്ക്കും കൊള്ളപ്പലിശയ്ക്കും ഒന്നും നീ നിൽക്കരുത്. അന്ധകാര ശക്തിയോട് പോരാടണമെങ്കിൽ ജീവിതത്തിൻ്റെ നൈർമല്യത വേണം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ടത്? പുനരുത്ഥാനത്തിൻ്റെ ശക്തി. ഓ അതാണ് ക്രിസ്ത്യാനിത്വം എന്നൊക്കെ പറയുന്നത്. ചുമ്മാ കോട്ടയംകാർ പറയുന്നൊരു ഭാഷ, അത് പ്രസംഗ ഭാഷയിൽ ഉപയോഗിക്കാമെന്ന് എനിക്കറിയത്തില്ല. ജീവിതത്തിൽ ഊടായ്പൊന്നും കാണിച്ചുകൊണ്ട് നടന്ന പിശാചിനോട് പണി നടക്കത്തില്ലെന്നായി പറഞ്ഞു.
നൈർമല്യതയോടെ നിഷ്കളങ്കതയോടെ നിൽക്കണം. ജീവിത വിശുദ്ധിയുടെ മുമ്പിലാണ് സാത്താൻ വഴിമാറുന്നത്. മൊത്തത്തിൽ തൂക്കിയ 35 കിലോ പോലും ഇല്ലാത്ത പാവ ഉപദേശി, മെല്ലിച്ച ഉപദേശി, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അടപടലെ പിശാചി വീഴുന്ന കണ്ടിട്ടുണ്ടോ? ശരീരത്തിൻ്റെ തൂക്കവും എല്ലിൻ്റെ വലിപ്പവും പ്രായത്തിൻ്റെ മുഷ്കവും ഒന്നുമല്ല, ജീവിത വിശുദ്ധിയുടെ മഹത്വമാണ്. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ഈ 2023 അടങ്ങുന്നതിന് മുമ്പ് ജീവിത വിശുദ്ധിയിലേക്ക് വരാൻ? അങ്ങനെ ആഗ്രഹിക്കുന്നവരെ കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് അഭിഷേകത്തിൻ്റെ ശാക്തി നമ്മിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ. ജീവിത വിശുദ്ധിയിലേക്ക്, ബാക്ക് ടു ഹോളിനെസ്, വിശുദ്ധ ജീവിതത്തിലേക്ക് ഒരു മടക്കയാത്ര. സഭയുടെ പൊളിറ്റിക്സ് വിട്ടുകള, സഭയുടെ രാഷ്ട്രീയ കളികൾ വിട്ട്, ഇടപാടുകൾ, കസേരകളിയൊക്കെ വിട്ട് ജീവിത വിശുദ്ധിയിലേക്ക് വരാം. ദേശത്തെ അന്ധകാര ശക്തി നിന്റെ മുമ്പിൽ ഭ്രമിച്ചു പോകും. തോറ്റ് തുന്നമ്പാടും പുനരുത്ഥാനത്തിൻ്റെ ശക്തി എനിക്ക് അനുഭവിച്ചറിയണം പൗലോസ് ആഗ്രഹിക്കുകയാണ്. മുൻപോട്ട് പോകാം. കർത്താവ് സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ എന്തോ ചെയ്യുമെന്ന തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപം. കർത്താവിൻ്റെ ശക്തി ഉണ്ടോ സകലത്തെയും കീഴ്പ്പെടുത്താൻ? നമ്മൾ വ്യാപരിപ്പിച്ചിരിക്കുന്ന ശക്തി അതാ, സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ. സകലമെന്ന് പറഞ്ഞാൽ സകല ദുഷ്ടഭൂത പ്രേത പിശാചുക്കൾ, സകല അധീശത്വങ്ങൾ, അധികാരങ്ങൾ, സകലവിധമായിരിക്കുന്ന അധികാരങ്ങൾ, നമ്മളെ കീഴടക്കാൻ ശ്രമിക്കുന്ന സകല അധികാരങ്ങളെ കീഴടക്കാൻ കഴിയുന്ന ഒരു ശക്തിയാണ് യേശുവിൻ്റെ ശക്തി. പ്രൈസ് ദി ലോർഡ്. അതുമായിട്ട് കർത്താവ് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് എന്തോ ചെയ്യാനാണ്? അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്താൻ. ആ അനുരൂപം എന്ന പദവും കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. നാളെ വരുന്ന കർത്തൃദാസൻ ഞങ്ങളുടെയൊക്കെ പ്രഭാഷണത്തിൽ ഞങ്ങൾ വലിയേട്ടൻ എന്ന് ഹൃദയം കൊണ്ട് ആദരിക്കുന്ന ബഹുമാന്യൻ, ആദരണീയൻ, അഭിഷക്തനാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങളൊക്കെ ഇളമുറക്കാരാണ്. അതുകൊണ്ട് ഗംഭീരമായ, ഘനഗാംഭീര്യമായ ആശയങ്ങളുടെ ഒരു പ്രവാഹം നിങ്ങൾക്ക് ലഭിക്കപ്പെടാം. ഇതിൻ്റെ ബാക്കി എന്ന നിലയിൽ, കഴിഞ്ഞ ദിവസങ്ങൾ കേട്ടതിൻ്റെ ഒക്കെ ബാക്കി എന്ന നിലയിൽ നാളെ നിങ്ങൾ കേൾക്കും. മറ്റുള്ളവരെയും കൂട്ടി വരാനിടയാകണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളത്തെ രാത്രിയിലാണെന്ന് തോന്നുന്നു വരുന്നവർക്കെല്ലാം ഭക്ഷണം ഉണ്ടോ? അതോ ഞാൻ ചുമ്മാ പറയാണ്? ഉണ്ടോ. ഇന്ന് ഞാൻ വന്നപ്പോൾ അതില്ല, നാളെ വരുമ്പോൾ ഉണ്ടെന്ന്. അതാണ് കളി. സ്വോത്രം. ഞങ്ങൾ തമ്മിൽ എന്നോടെന്തോ ഒരു കുശുമ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വരുന്ന ഈ ദിവസം ഭക്ഷണം ഇല്ല, നാളെ നേതാവാണ് വരുന്നത്, അതുകൊണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. സ്വോത്രം. അപ്പോൾ വരുന്ന എല്ലാവർക്കും ഭക്ഷണമുണ്ട്. ഇവിടെ എത്ര പേര് വന്നാലും അവർക്ക് ഭക്ഷണമുണ്ട്. അതുകൊണ്ട് നാളത്തെ മീറ്റിംഗ് നിങ്ങൾ ഒഴിവാക്കരുത്. അനുഗ്രഹീതൻ ഇരുത്തം എന്ന ആത്മീയ നേതൃത്വ നിരയിൽ ശക്തമായി ആക്ഷേപരഹിതമായി നിലകൊള്ളുന്ന, ഞങ്ങളൊക്കെ ആദരിക്കുന്ന ഞങ്ങളുടെ പ്രഭാഷകരുടെ വലിയേട്ടനെന്ന് അംഗീകരിക്കുന്ന അനുഗ്രഹിത ദേഹമാണ്. കേട്ടോണം നിങ്ങൾ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എനിക്ക് അനുവദിച്ച സമയം തീരുകയാണ്. ശ്രദ്ധിച്ചോണം. കർത്താവ് സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് എന്തോ ചെയ്യുമെന്ന് അനുരൂപമാക്കും. അനുരൂപം എന്ന പദത്തിനടിയിൽ വര കൊടുത്ത് പഠിക്കണം. അനുരൂപം. സ്തോത്രം. കർത്താവ് വരുന്നത് നമ്മുടെ ശരീരത്തെ തൻ്റെ ശരീരത്തോട് അനുരൂപമാക്കാനാണ്. ശുദ്ധമായ ശരീരം, കുറ്റമില്ലാത്ത ശരീരം കണ്ടോ, ആ ശരീരത്തോട്, ആത്മശരീരത്തോട് നമ്മെ അനുരൂപമാക്കാനാണ്. അതിൻ്റെ യോഗ്യത എന്താണെന്നും കൂടെ അവസാനത്തെ ചിന്തയായി പറഞ്ഞു നിർത്താം. കർത്താവിൻ്റെ ശരീരത്തോട് നമ്മൾ അനുരൂപമാകണമെങ്കിൽ അതിൻ്റെ യോഗ്യത വേറൊരു വാക്യത്തിലുണ്ട്. ആ വാക്യം കൂടെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. അവസാനമെങ്കിലും ഞങ്ങളുടെ പ്രിയ കുഞ്ഞിനെ കൊണ്ടൊരു വാക്യം വായിപ്പിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ? അതുകൊണ്ട് മോളെ വായിച്ച് റോമാലേഖനം 12-ാം അധ്യായം 2-ാമത് വാക്യം. റോമർ 12-ന്റെ 1-2 വായിച്ചു. 1 മുതൽ അങ്ങ് വായിച്ചു. 12-ന്റെ 1 മുതൽ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഉറപ്പിച്ച് നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും, ശ്രദ്ധിച്ചോണം, അടിവരയിടണം, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ആരാധനയുടെ വ്യവസ്ഥ പറയുന്ന ഒരു വാക്യമാണ്. ശരീരത്തെ കൊണ്ടുവരണം ആലയത്തിൽ. ഗിറ്റാർ കൊള്ളാം, വലിച്ചു കെട്ടിയ കമ്പിയിൽ മൃദുവായി തട്ടുമ്പോൾ ഉണ്ടാകുന്ന നാദവിസ്മയത്തിന് ഗിറ്റാർ കൊള്ളാം. കറുത്തതും വെളുത്തതുമായി കട്ടകളിലൂടെ വിരലോടിക്കുമ്പോൾ ഉണ്ടാകുന്ന നാദലയത്തിന് കീബോർഡ് കൊള്ളാം. വലിച്ചു കെട്ടിയ തുകലിലേക്ക് വിരലുകൾ പെറുക്കിയിടുമ്പോൾ ഉണ്ടാകുന്ന നാദവിസ്മയം ഗംഭീരമാണ് കേൾക്കാൻ. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ ഋതംപാട്, കൈകൊണ്ട് കമ്പ് കൊണ്ടും ഒക്കെ തല്ലുന്നു. ഇവിടെ ഒരു മഹാനായ മനുഷ്യൻ കണ്ടില്ലേ, ഈറ്റക്കുടൽ അവിടെ ഇവിടെയും പ്രത്യേക അകലത്തിൽ ദ്വാരമിട്ട് അതിനകത്തൂടെ ഊതുമ്പം ഈ നാദം
പ്രത്യേകമായി അടയ്ക്കുന്നു, പിന്നെ തുറക്കുന്നു. അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന നാദം, ഫ്ലൂട്ട് എന്നൊക്കെ പറയും. ഇതും ആലയത്തിൽ കൊള്ളാം. പക്ഷേ ഈ സംഗീത ഉപകരണങ്ങളുമായും അവർ തരുന്ന താളത്തിനനുസരിച്ച് പാട്ടുപാടാൻ പാട്ടുകാരും ഒക്കെ ആലയത്തിൽ കയറുമ്പം അവൻ്റെ ശരീരം യോഗ്യമായിരിക്കണം. വേദപുസ്തകം കൊണ്ടുപോരെ, കുഴപ്പമില്ല. പാട്ടുപുസ്തകം കൊണ്ടുപോരെ, കുഴപ്പമില്ല. നല്ല വസ്ത്രധാരണത്തോടെ പോരെ, കുഴപ്പമില്ല. പക്ഷെ വരുമ്പോൾ നിൻ്റെ ശരീരം ശുദ്ധമായിരിക്കണം. എത്ര പേർക്ക് സ്വത്രം പറയാൻ പറ്റും? ആവശ്യമില്ലാത്തടത്ത് മുട്ടിയതും തട്ടിയതും ഒട്ടിയതുമാകരുത്. ആവശ്യമില്ലാത്തടത്ത് ചാരിയതും ചരിഞ്ഞതും ചാഞ്ഞതുമാകരുത്. അവിഹിതമായ ഒരു ബന്ധത്തിനും വിട്ടുകൊടുത്തതാകരുത്. കണ്ടോ, ദൈവത്തിൻ്റെ വിശുദ്ധമായ കണ്ണുകളുടെ മുമ്പിൽ സംശുദ്ധമായൊരു ശരീരവുമായിട്ട് ആലയത്തിൽ പ്രവേശിക്കുന്നത്. അതാണ് 12-ാം അധ്യായം 1-ാമത് വാക്യം. അനുരൂപം എന്ന പദം പറയാൻ ഞാൻ വരിക. അതിനിടയ്ക്ക് ആരാധന എന്ന ആ വിഷയം 1-ാം വാക്യത്തിൽ ആ കുഞ്ഞ് വ്യക്തമായി സ്ഫുടമായി വായിച്ചു കേൾപ്പിച്ചത് കൊണ്ട് പറയുക, നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദവും ജീവനും പ്രസാദവുമുള്ള യാഗമായിട്ട് എന്തോ ചെയ്യണം? സമർപ്പിക്കണം. നാളെ ഞായറാഴ്ചയാണല്ലോ അല്ലേ? രാവിലെ ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ് എല്ലാവരും. നല്ല കാര്യമാണ്. ഇങ്ങനൊരു വാക്യം കേട്ടിട്ടുണ്ടോ? കുറ്റിക്കാടല്ലേ? പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ പരിസരങ്ങളിലൊക്കെ ഉള്ള ദൈവസഭ കേട്ടിട്ടുണ്ടോ ഞാൻ ഈ പറയുന്ന വാക്യം? കേട്ടിട്ടില്ലെങ്കിൽ ഒരു എംബോസിഷൻ്റെ മണമടിക്കുന്നുണ്ട്. ഞാൻ ആ വാക്യം പറയാം. എവിടെ നിന്ന് എടുത്ത് വെച്ച് വായിക്കണം? വായിക്കാൻ വേണ്ടി ഇവിടെ മെനക്കെട്ടിരിക്കുന്ന മോള് സഹിതം വായിച്ചോണം. ഞാൻ ഈ വാക്യം പറയാം, റഫറൻസ് പറയത്തില്ല, വാക്യം പറയാം. എവിടെ നിന്ന് എടുത്ത് വെച്ച് വായിക്കണം? ഈ വാക്യം അറിയാതെ ആരും പള്ളി കയറരുത് ആരാധനയ്ക്ക്. വാക്യം ഇങ്ങനെയാണ്: നിന്റെ എല്ലാ വെറുപ്പുകളാലും സകല മ്ലേച്ഛതകളാലും നീ എൻ്റെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കിയതുകൊണ്ട് എന്നാണ് ഞാൻ നിന്നെ ആദരിക്കത്തില്ല, ഞാൻ നിന്നോട് കരുണ കാണിക്കത്തില്ല, എൻ്റെ കടാക്ഷം ഞാൻ നിങ്ങളിൽ നിന്ന് നീക്കിക്കളയും. അങ്ങനെ വാക്യം കണ്ടിട്ടുണ്ടോ? സ്തോത്രം. ആലയപ്രവേശന വ്യവസ്ഥ എന്ന് പേര് കൊടുക്കണം ആ വാക്യത്തിന്. ആലയപ്രവേശന വ്യവസ്ഥ. ആരാധനയ്ക്ക് ആലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വെറുപ്പില്ലാതെ വരണം, മ്ലേച്ഛതയില്ലാതെ വരണം. വെറുപ്പും മ്ലേച്ഛതയോടുകൂടി ഒരാൾ ആലയത്തിൽ പ്രവേശിച്ചാൽ അവൻ നിമിത്തം അവൾ നിമിത്തം ആലയം എന്ത് ചെയ്തു പോയെന്നാ? അശുദ്ധമായി പോയി. കണ്ടോ, ആലയത്തിൽ ചിലന്തി പാർക്കാം, എട്ടുകാലിയോ വിട്ടിൽ പ്രാണിയോ പാർക്കാം, കുഴപ്പമില്ല. വാരി അടുക്കി വെച്ചിരിക്കുന്ന സാധന സാമഗ്രികളുടെ ഇടയിൽ ചുണ്ടലി കയറിക്കോട്ടെ, കുഴപ്പമില്ല. ദൈവത്തിന് അതൊന്നും വിഷയമല്ല. കാരണം സമാഗമന കൂടാരത്തിനകത്ത് മീവലും കുരുകിലും കൂടുകെട്ടി പാർക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നുണ്ട്. അതൊന്നും ദൈവത്തിന് വിഷയമല്ല. പക്ഷേ ആ ആലയത്തിനകത്തേക്ക് ആരാധിക്കാനെന്നും പറഞ്ഞ് ഒരുത്തൻ ഓടിക്കേറി വന്നത് വെറുപ്പോടും മ്ലേച്ഛതയോടും കൂടെയാണെങ്കിൽ അവൾ നിമിത്തം അവൻ നിമിത്തം ആലയം എന്ത് ചെയ്തു പോയി? അശുദ്ധമായി പോയി. ദൈവം പറയുക, തന്നെ ആണയിട്ടിട്ട് പറയുക, എന്നാണ് ഞാൻ നിന്നെ ആദരിക്കയില്ല, ഞാൻ നിന്നോട് കരുണ കാണിക്കയില്ല, എൻ്റെ കടാക്ഷം നിങ്ങൾ നിന്ന് നീക്കിക്കളയും. നാളെ ഞായറാഴ്ച സകല പാസ്റ്റർമാരും നിങ്ങളുടെ സഭയെ പ്രസംഗിച്ചോണം ഈ വാക്യം. സഭയെ പ്രസംഗിച്ചോണമെന്ന് പറഞ്ഞ വാക്യം എവിടെയെന്ന് അറിയാതെ എങ്ങനെ പ്രസംഗിക്കും? ഇന്നലെ കൺവെൻഷൻ വന്ന ഒരു ദൈവദാസൻ പ്രസംഗിച്ച വാക്യം അനുസരിച്ച് അങ്ങനെ പറയാനേ പറ്റൂ. അപ്പോൾ വിശ്വാസി ചോദിക്കുക എവിടെ റെഫറൻസ് എന്ന് ചോദിച്ചാൽ കുഴഞ്ഞു പോകും. കണ്ടോ വാക്യം എവിടെയാണ്? അങ്ങനെ വാക്യം ഒന്നുകൂടെ പറയാം: നിന്റെ എല്ലാ വെറുപ്പുകളാലും സകല മ്ലേച്ഛതകളാലും നീ എൻ്റെ ആലയത്തെ അശുദ്ധമാക്കിയതുകൊണ്ട് എന്നാണ് ഞാൻ നിന്നെ ആദരിക്കയില്ല, നിന്നോട് കരുണ കാണിക്കയില്ല, എൻ്റെ കടാക്ഷം നിങ്ങളിൽ നിന്ന് നീക്കിക്കളയും. അപ്പം ശുദ്ധ ശരീരമല്ലാതെ ആലയത്തിൽ വരാൻ പാടില്ലെന്നാ. വീട്ടിൽ ഇരുന്നോണം. വെറുപ്പെന്ന് പറഞ്ഞാൽ എന്താ? തമ്മിൽ വഴക്കും വക്കാണം ഉണ്ടാക്കി, മിണ്ടാട്ടവും ഇല്ല, ഉരിയാട്ടവും ഇല്ല. അമ്മ മകളോടും അപ്പൻ മകനോടും ഭാര്യയും ഭർത്താവിനോടും, കണ്ടോ, നാത്തൂനും അളിയനും ചേട്ടനും ആനിയത്തിയോ അങ്ങോട്ടും മച്ചാനും മച്ചമ്പിയും ഒക്കെ വഴക്കുണ്ടാക്കിയിട്ട് ഞായറാഴ്ച നേരം വെളുക്കുമ്പം സന്തോഷിപ്പിച്ച ഒരു സങ്കീർത്തനമായിട്ടേക്ക് പോരുക. നീ ആലയത്തിൽ കയറരുതെന്നാണ് പറഞ്ഞേ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇതുവരെ പറഞ്ഞൊക്കെ കേൾക്കാൻ കൊള്ളായിരുന്നു. ഈ മനുഷ്യൻ ഇപ്പോൾ എന്നാ പറയാ എന്നാ ചിലരെന്നെ ഇങ്ങനെ തുറച്ച് നോക്കുന്നു. ഇതൊക്കെ പറയണ്ടേ? നാളെ ആലയത്തിലേക്ക് ചുമ്മാ ഓടിക്കയറി പോരരുത്. നീ നിമിത്തം ആലയം അശുദ്ധമാക്കരുത്. വേറൊരു വാക്യമുണ്ട്: എൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും. വെറുപ്പുള്ളവൻ ആലയത്തിൽ വരാൻ പാടില്ലെന്ന്. അതുകൊണ്ട് ആലയത്തിൽ വരുന്നതിന് മുമ്പ് വെറുപ്പ് പരിഹരിച്ചിട്ടേ കയറാവൂ. വിളിക്കണം അളിയനെ, വിളിക്കണം നാത്തൂനെ, വിളിക്കണം മരുമോളെ, വിളിക്കണം അമ്മാവിയമ്മയെ വിളിക്കണം. മമ്മി സോറി, നമ്മൾ തമ്മിൽ മിണ്ടിട്ട് കുറേ കാലമായി, ഞാനിന്ന് ആരാധനയ്ക്കോ, മമ്മി എന്നോട് ക്ഷമിക്കണേ പ്ലീസ്, സോറി മമ്മി. അനിയത്തെ വിളിക്ക്, നാത്തൂനെ വിളിക്ക്, അളിയനെ വിളിക്ക്, അളിയ സോറി, നമ്മൾ കുറച്ച് നാളായിട്ട് മിണ്ടിയിട്ടില്ലല്ലോ, ഞാൻ ഇന്ന് ആരാധനയ്ക്ക്, ഞങ്ങളുടെ കൺവെൻഷൻ കഴിഞ്ഞുള്ള ആരാധനയാണ്, അതുകൊണ്ട് ഹൃദയത്തിൻ്റെ നൈർമല്യതയോടെ പോകണം, എന്നോട് ക്ഷമിക്കണേ എന്നൊരു വാക്ക് 10 നമ്പർ ഡയൽ ചെയ്ത് വിളിച്ചു പറഞ്ഞിട്ട് നാളെ പള്ളി വരാവൂ.
എത്ര പേർക്ക് സ്വതന്ത്രം പറയാൻ പറ്റും? വെറുപ്പ് കണ്ടില്ലേ? സഭായോഗത്തിന് വരുന്നതിന് മുമ്പ് വീട്ടിൽ വഴക്കുണ്ടാക്കിയിട്ട് വരുന്ന ചില പുള്ളികളുണ്ട്. ഭാര്യയും ഭർത്താവും കൂടെ ഭയങ്കര വഴക്ക്. അപ്പോഴാണ് വാച്ചേ നോക്കുന്നത്, പള്ളി പോകാൻ നേരമായി, ഇല്ലെങ്കിൽ ഞാൻ പറയാറ് ഞാൻ പോയിട്ട് വരട്ടെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് വരുന്ന പുള്ളിയുണ്ട്. അങ്ങനെ പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? എപ്പിസോഡ് ഇവിടെ തീരുന്നില്ല, ഉച്ചയ്ക്ക് ശേഷം തുടരുന്നതായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ആരാധന കഴിഞ്ഞിട്ട് തിരിച്ച് എന്നിട്ട് ബാക്കി പറയാമെന്നാണ് പറയുക. അങ്ങനെ വരുന്ന രണ്ടെണ്ണം പള്ളി കയറിയാൽ ആ പള്ളി ആലയം എന്ത് ചെയ്തു പോയി? അശുദ്ധമായി. അടുത്തത് എന്താണെന്നറിയാം? മ്ലേച്ഛത. എന്താ മ്ലേച്ഛത എന്ന് പറഞ്ഞ അർത്ഥം? രണ്ടർത്ഥമാണ്. ഒന്ന്, അന്യദൈവാരാധന. ആരാധനാലയത്തിലേക്ക് വരുന്നതിന് മുമ്പ് അവിടെ ഇവിടെയൊക്കെ കണ്ട ദൈവങ്ങൾക്കെല്ലാം നേർച്ചയും കാഴ്ചയും അർപ്പണവും തർപ്പണവും നടത്തി തൊഴുത് പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടോട്ട് വന്ന് കയറിയതെങ്കിൽ അതിനെയാണ് മ്ലേച്ഛത എന്ന് പറയുക. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ, വേറെ ഒന്നിനെയും ആരാധിക്കരുത്. വേറെ എന്തിനെങ്കിലും മുമ്പിൽ ഉദ്ദിഷ്ട കാര്യത്തിന് നീ കുമ്പിട്ടാൽ അതിനെന്തോ വിളിക്കാം? മ്ലേച്ഛത. മ്ലേച്ഛതയ്ക്ക് വേറെ അർത്ഥമുണ്ട്, നിയമവിരുദ്ധ ലൈംഗികത. ഉണ്ടോ? ഒരുത്തൻ ഒരുത്തിയോടല്ലാതെ, ഒരുത്തി ഒരുത്തനോടല്ലാതെ ചെയ്യുന്ന ലൈംഗിക പാപമാണ് മ്ലേച്ഛത. കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചോണം. മൊബൈൽ ഫോണിലോ വാട്സപ്പിലോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ ലൈംഗിക ചുവയുള്ള വാചകങ്ങൾക്ക് നീ കൂട്ടുനിന്നാൽ, ചാറ്റിങ്ങിലും ഒക്കെ അങ്ങനെയുള്ളതായിരിക്കുന്ന ഗതികേടുകളുണ്ടെങ്കിൽ നീ ആലയത്തിൽ കയറാൻ പാടില്ല. പരിഹരിക്കാതെ കർത്താവിനോട് കഴുകണമേ എന്ന് പറയണം. അങ്ങനെ കഴുകൽ പ്രാപിച്ച ആലയത്തിൽ വരാൻ പറ്റൂ. നമ്മൾ ഞായറാഴ്ച അറ്റൻഡൻസിന് വേണ്ടി മാത്രം വരരുത്, വരേണ്ടതുപോലെ വരണം. അല്ല, ഇത്രയും നേരം പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ വാക്യം കണ്ടുപിടിച്ചോ? ഇല്ല. സ്വോത്രം. ഒരു എംബോസിഷൻ്റെ മണം അടിക്കുന്നുണ്ട്. മോള് കിട്ടിയോ? ഇല്ല. സ്വോത്രം, സ്വോത്രം. നാളെയും കൂടെ വാക്യം വായിച്ചാൽ മതി കേട്ടോ. പിരിച്ചു വിട്ടിരിക്കുന്നു. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. യെഹെസ്കേൽ പ്രവചനം 5-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യമാണ്. യെഹെസ്കേൽ പ്രവചനം. അല്ല, അതൊക്കെ അവിടെ കൊണ്ട് എഴുതി വെച്ച് ആര് കാണാനല്ലേ? യെഹെസ്കേൽ പ്രവചനമൊക്കെ വെളിച്ചം കണ്ടിട്ട് എത്ര കാലമായി നോക്കിക്കുക. സങ്കീർത്തനമാണെങ്കിൽ നമ്മൾ പണിതേനെ, സങ്കീർത്തനമാണെങ്കിൽ നമ്മൾ വിജയിച്ചേനെ. യെഹെസ്കേൽ 5:11 ഒരിക്കലും മറക്കരുത്. നിന്റെ എല്ലാ വെറുപ്പുകളാലും സകല മ്ലേച്ഛതകളാലും നീ എൻ്റെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കിയത് കൊണ്ട് എന്നാണ് ഞാൻ നിന്നെ ആദരിക്കയില്ല, നിന്നോട് കരുണ കാണിക്കുകയില്ല. എന്നാണ് എന്നൊക്കെ പറഞ്ഞാൽ ദൈവം ഉന്നതനല്ല, അത്യുന്നതനാണ്. ദ ടോപ്പ് മോസ്റ്റ്, ദ ഹൈയസ്റ്റ്. അതുകൊണ്ട് ദൈവം തന്നെക്കുറിച്ച് തന്നെ ആണയിടുക, തന്നെ പിടിച്ച് ആണയിടുക, ഞാൻ നിന്നോട് കരുണ കാണിക്കുകയില്ല. അപ്പോൾ ആലയത്തിൽ പ്രവേശിക്കേണ്ടത് എങ്ങനെ പ്രവേശിക്കണം? വിശുദ്ധ ശരീരത്തോടെ പ്രവേശിച്ചേ പറ്റൂ. അത് വളരെ കാര്യമാണ്. ഇതിൻ്റെ ഭാഷ്യമാണ് യേശു പറയുന്നത്. യെഹെസ്കേൽ 5:11 വാക്യത്തിൻ്റെ ഭാഷ്യമാണ് യേശു പറയുന്നത്. എന്തുവാണെന്നറിയാമോ? നീ യാഗത്തിന് വരുമ്പോൾ നിന്റെ സഹോദരൻ നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് ഓർമ്മ വന്നാൽ യാഗവസ്തു അവിടെ വെച്ചിട്ട് ആദ്യം അവനോട് ചെന്ന് എന്തോ ചെയ്യണം? നിരക്കണം. എന്നിട്ട് യാഗം കഴിച്ചാൽ മതി. അതാണ് നിങ്ങളുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? മോളെ 2-ാം വാക്യം വായിച്ച് 12-ന്റെ 2-ാം വാക്യം. യെസ്, റോമാലേഖനം 12:2. ഈ ലോകത്തിന് അനുരൂപമാകാതെ. അനുരൂപം പദം പഠിക്കാൻ വന്നപ്പോഴാണ് നമ്മളിത് കണ്ടത്. അനുരൂപമാകാൻ കർത്താവ്, അനുരൂപമാക്കാൻ കർത്താവ് വരുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്ന കർത്താവ് നമ്മളെ തൻ്റെ ശരീരത്തോട് അനുരൂപമാക്കാനാണ് വരുന്നത്. പക്ഷേ ആർക്കാണത് ഭാഗ്യം കിട്ടുന്നതെന്നറിയാമോ? ഈ ലോകത്തിന് അനുരൂപമാകാതെ ജീവിക്കുന്നവർക്കേ ആ ഭാഗ്യമുണ്ടാകുകയുള്ളൂ. എത്ര പേർക്ക് മനസ്സിലായി? ഈ ലോകത്തിൽ താങ്കൾ ജീവിക്കുന്ന, നമ്മൾ ജീവിക്കുന്ന കാലമത്രയും ഈ ലോകത്തിന് എന്തോ ചെയ്യരുത്? അനുരൂപമാകരുത്. ഈ ലോകത്തിന് അനുരൂപമാകാതിരുന്നാൽ കർത്താവ് നമ്മളെ തൻ്റെ രൂപത്തോട് അനുരൂപമാക്കും. ആ വാക്യങ്ങളുടെ കണക്ഷൻ ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഒന്നുകൂടെ പറയാം. സ്വർഗത്തിൽ നിന്ന് കർത്താവ് സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കാനാണ് വരുന്നത്. പക്ഷേ ആരുടെ ശരീരത്തെ അനുരൂപമാക്കുന്നത്? ഈ ലോകത്തിൽ ജീവിച്ച കാലമത്രയും ലോകത്തിന് അനുരൂപമാകാതെ നിൽക്കുന്നവരുടെ ശരീരം മാത്രമാണ്. വിശ്വാസിയാണെന്ന് പറയുകയും ലോകത്തോട് ഇടപഴകി ലോകത്തിൻ്റെ ആർഭാടങ്ങൾ, ആഡംബരങ്ങൾ, ലോകത്തിൻ്റെ വ്യഭിചാരം, ലോകത്തിൻ്റെ ആഭിചാരം, ലോകത്തിൻ്റെ ആമോദം, ആനന്ദം, ആഹ്ലാദം, ആഘോഷങ്ങളിൽ നീ പെട്ടുപോയ ഒരാളാണെങ്കിൽ നിന്റെ ശരീരം കർത്താവ് അനുരൂപമാക്കത്തില്ല. നിന്റെ ശരീരം നരകത്തിലേക്ക് തള്ളപ്പെട്ടു പോകും. അത് വരാതിരിക്കേണ്ടതിന് വളരെ 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 ബഹുമാനത്തോടെ ഞങ്ങൾ അകത്തും പുറത്തും ശ്രദ്ധിക്കുന്നവരോട് പറയാം. ഇവിടെ ജീവിക്കുന്ന ശിഷ്ടകാലം 23-ാം ആണ്ട് തീരാൻ പോവുക. 24 ശേഷിക്കുന്നെങ്കിൽ ഇനി എത്ര നാളെന്ന് ബാക്കി നമുക്കറിയില്ല. എപ്പോഴാ നമ്മുടെ യാത്രയെന്നറിയില്ല. ഇനി ആരെയാ ഉടനെ തിരികെ വിളിക്കുക നമുക്കറിയില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരെയും കർത്താവ് തിരികെ വിളിച്ചു. നമ്മളിൽ ആരെയാണ് ഇനി തിരികെ വിളിക്കുക എന്നറിയില്ല. എത്ര സമയം ബാക്കിയുണ്ടെന്നറിയില്ല. അത്രയും സമയം ലോകക്കാരനല്ലാതെ ജീവിച്ചാൽ, ലോകത്തോട്
അനുരൂപമാകാതെ ജീവിച്ചാൽ കർത്താവ് തൻ്റെ ശരീരത്തോട് നമ്മളെ അനുരൂപമാക്കി മാറ്റും. ലോകം 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 എന്ന പദം വേദപുസ്തകത്തിൽ നിരവധി പുതിയ നിയമത്തിൽ ഉടനീളം ഉപയോഗിച്ചിട്ടുണ്ട്. ഏതാണ്ട് 134 പ്രാവശ്യം ലോകമെന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. 3 അർത്ഥങ്ങളിലാണ് ലോകമെന്ന പദം വേദപുസ്തകത്തിൽ ഉപയോഗിക്കുക. അതും കൂടെ കുറിച്ചു കൊള്ളണേ. 3 അർത്ഥമാണ് ലോകമെന്ന പദം. ഒന്ന്, ഈ ലോകവും അതിലുള്ള സകലതും ഉണ്ടാക്കിയ ദൈവം. അപ്പോസ്തലപ്രവൃത്തി 17:24. അവിടെ ലോകമെന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെയാണ്. കോസ്മോസ്, യൂണിവേഴ്സ്. ആകാശം അതിലുള്ളത്, ഭൂമി അതിലുള്ളത്, സമുദ്രം അതിലുള്ളത് എല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന ഒരു വ്യവസ്ഥിതിക്കാണ് ലോകമെന്ന് പറയുക. ഇനി വേറൊരു വാക്യം തരാം. ലോകമെന്ന പദം ഉപയോഗിച്ചിട്ടുള്ള മറ്റൊരു വാക്യം, അത് യോഹന്നാൻ 3:16. ആരും നശിച്ചു പോകാതിരിക്കാൻ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം, ബാക്കി പറ, ലോകത്തെ സ്നേഹിച്ചു. അവിടെ ലോകമെന്ന വാക്കിൻ്റെ അർത്ഥം മാനവകുലമാണ്. അറിയാമോ? മനുഷ്യ കുലത്തെ സ്നേഹിച്ചു എന്ന്. ഇനി ഇവിടെ നമ്മൾ പ്രിയ കുഞ്ഞ് വായിച്ചു കേൾപ്പിച്ച വാക്യം കേട്ടോ, ഈ ലോകത്തിന് അനുരൂപമാകരുത്. അത് ഈ ഭൂമിയല്ല ഉദ്ദേശിക്കുക, ഇവിടുത്തെ മനുഷ്യനെയല്ല ഉദ്ദേശിക്കുക. ഈ ലോകത്തിൻ്റെ ദൈവമായ പിശാചിൻ്റെ വ്യവസ്ഥിതിയായ ദ സൈറ്റാനിക് സിസ്റ്റം, സാത്താന്യ വ്യവസ്ഥിതിയാണ്. സാത്താനാൽ നിയന്ത്രിതമാക്കപ്പെടുന്നൊരു വ്യവസ്ഥിതി. അതിനകത്താണ് കള്ള്, അതിനകത്താണ് പുകവലി, അതിനകത്താണ് ലഹരി പദാർത്ഥങ്ങൾ, അതിനകത്താണ് മയക്കുമരുന്ന്, അതിനകത്താണ് കുത്തഴിഞ്ഞ ലൈംഗികത, അതിനകത്താണ് ഭോഗാലസം, അതിനകത്താണ് ഭാര്യയോട് ആത്മവഞ്ചന നടത്തുന്നത്, അതിനകത്താണ് ഭർത്താവിനോട് ആത്മവഞ്ചന നടത്തുന്നത്, അതിനകത്താണ് കൊലപാതകൻ, രക്തച്ചൊരിച്ചിൽ. 5 വയസ്സുള്ള പെൺകുഞ്ഞ് തൻ്റെ സംരക്ഷണയിൽ കഴിയേണ്ടവളാണെന്ന ബോധമില്ലാതെ നരാധമൻ അവളെ പിച്ചിച്ചീന്തിയ വിവരം നമുക്കറിയാം. 6 വയസ്സുകാരി പെൺകുഞ്ഞിനെ അപകരിച്ചു കൊണ്ടുപോയ നരാധമ ശക്തികളെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 6 വയസ്സുകാരിയും 60 വയസ്സുകാരിയും മാനഭംഗം ചെയ്യപ്പെടുന്നത് ലോകത്തിൻ്റെ ഇടപാടാണ്. അറിയാമോ? 5 വയസ്സുകാരിയും 50 വയസ്സുകാരിയും ഒരു ദാക്ഷിണ്യമില്ലാതെ മൃഗീയതയുടെ കരങ്ങളിൽ ആയിപ്പോകുന്ന അവസ്ഥ ലോകത്തിൻ്റെതാണ്. മറ്റൊരുവൻ്റെ നെഞ്ചകത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് അവൻ അട്ടഹസിക്കുന്നത് ലോകത്തിൻ്റെ ഗതികേടാണ്. വല്ലാത്തതായിരിക്കുന്ന കലാപ കലുഷിതമായ അന്തരീക്ഷം, വല്ലാത്ത പ്രതികാര ദാഹം, വെട്ടി തുണ്ടമാക്കുന്ന ഗതികേടുകൾ, മതത്തിൻ്റെ പേരിൽ, പാർട്ടിയുടെ പേരിൽ നടക്കുന്നതായിരിക്കുന്ന സകലവിധ ഹീനകൃത്യങ്ങളും ലോകത്തിൻ്റെ സംസ്കാരമാണ്. അതിൻ്റെ പിന്നിൽ ചരട് വലിക്കുന്നത് ഏതെങ്കിലും പാർട്ടി നേതാവല്ല, മതത്തിൻ്റെ നേതാവല്ല. ഒറ്റ പ്രതിയേ ഉള്ളൂ. അവൻ്റെ പേരാണ് ഇബ്ലീസ്, അവൻ്റെ പേരാണ് സാത്താൻ, അവൻ്റെ പേരാണ് പിശാച്. ആ പിശാചിനാൽ നിയന്ത്രിതമാക്കപ്പെടുന്ന വ്യവസ്ഥിതിക്കാണ് ലോകം എന്ന് പറയുന്നത്. ആ ലോകത്തിന് അനുരൂപമാകാതെ ജീവിക്കുന്നവന് മാത്രമേ കർത്താവിൻ്റെ ശരീരത്തോട് അനുരൂപമാകാൻ കഴിയുകയുള്ളൂ. വിശ്വാസിയാണെന്ന് അവകാശപ്പെട്ട മാത്രം പോരാ, 3 കാര്യങ്ങളിലൂടെ പറഞ്ഞു നിർത്താം. ഒന്ന്, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകക്കാരനല്ലാതെ ജീവിക്കണം. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ലോകക്കാർ അല്ലാതെ ജീവിക്കണം. 2, ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ ജഡപ്രകാരം അല്ലാതെ ജീവിക്കണം. 3, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വരാനൊരു ലോകമുണ്ട്, അതിൻ്റെ പ്രതീക്ഷയോടെ ജീവിച്ചോണം. 3 കാര്യങ്ങൾ ബോധ്യമായവർ എത്ര പേരുണ്ട്? അതിനാണ് അത്യന്ത ശക്തിയുടെ വ്യാപാരം കർത്താവ് തന്നിട്ടുള്ളത്. ആലയത്തിലേക്ക് പ്രവേശിക്കുന്ന അവസ്ഥ ശരീരത്തിൻ്റെ സംശുദ്ധതയാണ്. അവിടെയാണ് ദൈവം പ്രസാദിക്കുക. നമ്മുടെ കർത്താവ് എത്രയും വേഗം വരും. വരുന്നത് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ ഉയർത്താനാണ്. നമുക്ക് മുൻപ് യാത്രയായ പ്രിയരുമായി ഒരുമിച്ച് നമ്മൾ ചേരും. അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ, എൻ്റെ വിശ്വാസം, നമ്മൾ മരിച്ചിട്ട് പുനരുദ്ധാനം പ്രാപിക്കുന്നവരല്ല, ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശിഷ്ടായുസിൽ കർത്താവ് വരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടത്? ചാടി എഴുന്നേറ്റ ദൈവസന്നിധിയിൽ കൊയർ സജ്ജമാകുന്നു. പ്രത്യാശയോടെ അനുഗ്രഹീതമായി ഗാനം ആലപിക്കുന്നു. ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തി നമ്മൾ പോകും. എൻ്റെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒത്തിരി അഭിഷക്ത ദൈവദാസന്മാർ സ്നേഹിതരോട് ചേർന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പറ്റം ദൈവമക്കളോട് ചേർന്ന് എൻ്റെ ആത്മസ്നേഹിതൻ പാസ്റ്റർ സുനിൽ നെയ്യാറ്റിങ്കര, ഉദയൻകുളങ്ങര ചേർച്ചിൻ്റെ പാസ്റ്റർ, അങ്ങനെ ഒത്തിരി ദൈവദാസന്മാർ വേദിയിലും സദസ്സിലുമുണ്ട്. നിങ്ങളോടൊപ്പം ചേർന്ന് ഞാൻ ബഹുമാനിക്കുന്ന ഒത്തിരി മമ്മിമാർ, പപ്പമാർ, എൻ്റെ കുഞ്ഞനുജത്തിമാർ, എൻ്റെ ജ്യേഷ്ഠത്തിമാർ, എൻ്റെ കുഞ്ഞനുജന്മാർ, ജ്യേഷ്ഠ സഹോദരങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ട പാസ്റ്റർ, ഇവിടുത്തെ അനുഗ്രഹിതനായിരിക്കുന്ന സഭയുടെ പാസ്റ്റർ, മറ്റനേക പ്രിയപ്പെട്ടവർ, അനുഗ്രഹിക്കപ്പെട്ട ഗായക സംഘം, അമ്പൂരി സൗണ്ട്സ് അടക്കമുള്ള അനുഗ്രഹിതമായ ഓൺലൈനിൻ്റെ പ്രോഗ്രാം ചെയ്യുന്നവരെൻ്റെ സുഹൃത്തുക്കളാണ്. നിങ്ങളോടെല്ലാവരോടും ചേർന്ന് പുനരാഗമിക്കുന്ന കർത്താവിൻ്റെ അരികിലേക്ക് സമാഗമിക്കേണ്ടതിന് ലോകത്തിൽ നിന്ന് വേർപെട്ടുകൊള്ളണമെന്ന ദൂത് പറയാൻ ഈ കൺവെൻഷനിലും എനിക്കൊരവസരം നൽകിയ സഭയോട് നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രത്യാശപൂരിതമായ ഭാവിയെ പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. പ്രിയരെ, അന്യഭാഷയും പാട്ടും പ്രൈസ് ആൻഡ് വർഷിപ്പിൻ്റെ
ബഹളങ്ങളുമല്ല. ജീവിത വിശുദ്ധിയാണ് പ്രധാനം. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് കാര്യം? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയെ കർത്താവ് നമ്മുടെ ഉൾത്തടത്തിലേക്ക് തന്നിട്ട് നമ്മെ കർത്താവ് തൻ്റെ അരികിലേക്ക് ചേർത്തുകൊള്ളാൻ ആഗ്രഹിക്കുകയാണ്. കേട്ട വചനത്തിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ ആ വചനം എന്നോടായിരുന്നു എന്ന് ഉറപ്പെത്ര പേർക്കുണ്ട്? അവരെ കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആത്മീയ ജീവിതത്തിൽ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ ഞാൻ കൂടുതൽ പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളവർ ഒന്നുകൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കാട്ടെ. ഒരു വിസ്മയാവഹമായ നിരളി ശക്തിയുടെ വല്ലഭത്വം നിങ്ങളിലേക്ക് പകർന്നു തന്നുകൊണ്ട് നിങ്ങളെ ദേശത്തിൻ്റെ ഒരു കാവൽക്കാരനാക്കി അന്ധകാര ശക്തി പ്രബലമാകാതെ അതിനെ ശാസിച്ചമർത്താനുള്ള പുതിയ കൃപകളും വരങ്ങളും നൽകി ദൈവം ഈ വർഷാവസാനം ഉപയോഗിക്കാൻ പോവുകയാണ്. അത് വിശ്വസിക്കുന്നവരെ കരമടിച്ച് കർത്താവിനെ ഒന്ന് ആരാധിച്ചു. പാട്ടുകാർ പിന്നാലെ വന്നോളും, പാടുന്ന പാട്ടുമായി ചേർന്ന് നിന്നു. പക്ഷേ കരമടിച്ച് അല്പസമയം കർത്താവിനെ ഒന്ന് ആരാധിക്കുക. അഭിഷേകത്തിൻ്റെ ശക്തിയോടെ ഇന്ന് രാത്രി ദൈവം ആ നിയോഗം തരികയാണ്. ദേശത്തിൻ്റെ കാവൽക്കാരിയായി മാറാൻ, ദേശത്തിൻ്റെ കാവൽക്കാരനായി മാറാൻ, ചില അനുഭവിക്കുന്ന ചില പ്രതിസന്ധികൾക്ക് വേണ്ടി ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ മേൽ വിജയം ഉറപ്പാക്കാൻ ദൈവം നിങ്ങളെ ആഗ്രഹിക്കുകയാണ്. ആത്മിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ചിലരെ ദൈവം ചീട്ടിട്ട് വേർതിരിക്കുകയാണ്. കർത്താവിൻ്റെ മഹത്വമുള്ള വേലയിലേക്ക് നിന്നെ കൈപിടിച്ച് കർത്താവ് ഇറക്കാൻ പോവുകയാണ്. ചില ദേശങ്ങളിൽ കുടികൊണ്ട് വാഴുന്ന ചില അന്ധകാര ശക്തിക്ക് നേരെ നീ വിരൽ ചൂണ്ടാൻ പോവുകയാണ്. പിശാചിനെ ഭയക്കുന്ന വ്യക്തിയായിട്ടല്ല, പിശാചിനോട് സമരം ചെയ്യുന്ന ഒരു യോദ്ധാവാക്കി കർത്താവ് മാറ്റുകയാണ്. അതിനുള്ള അമിത ബലത്തെ ദൈവം വ്യാപരിപ്പിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കട്ടെ. കൊയർ നമുക്ക് വേണ്ടി പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ചേർന്ന് പാടി ആരാധിക്കുക. അഭിഷക്ത ദൈവദാസന്മാർ ഇവിടെയുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. ഒരു നന്മ ലഭിക്കപ്പെടാതെ നിങ്ങളെ പിടിച്ചു കെട്ടി വെച്ചിരിക്കുന്ന പൈശാചിക പോരുകൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറും. അഭിഷക്ത ദൈവദാസന്മാരുടെ കരം നിങ്ങളുടെ മേൽ വരികയാണ്. പ്രാർത്ഥന ആഗ്രഹിക്കുന്നവർ മുൻപോട്ട് പോകണം. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ പിന്നിലുള്ളതുപോലെ ഇനി മണ്ണിലും ദൈവഹിതം. പിന്നിലുള്ളതുപോലെ ഇനി മണ്ണിലും ദൈവഹിതം. പരിപൂർണമായി ദൈവിക രാജ്യനിപ്പാരിൽ സ്ഥാപിതമാക്കിടുവാൻ. പരിപൂർണമായി ദൈവിക രാജ്യനിപ്പാരിൽ സ്ഥാപിതമാക്കിടുവാൻ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും. പിന്നെ പുതുയുഗം തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും. പിന്നെ പുതുയുഗം തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും. കാലമെല്ലാം കഴിയും,
നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം വിരിയും തിരികെ വരാതെ 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 നിത്യതയിൽ മറയും. പിന്നെ